തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണയേവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഗുരുജനങ്ങളെ, ഭാഗവത തത്വസമീക്ഷാ സമിതിയുടെ 10ാമത് ഭാഗവത സത്രത്തിൽ മഹാപുണ്യാത്മാക്കളായ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന എനിക്ക് ഗുരുകൃപയാൽ, ലോകഗുരുവായ ശ്രീ ഭഗവാന്റെ കൃപയാൽ ഉണ്ടായ ഒരു പുണ്യം, അതിനുള്ള അവസരം എന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യ മനസ്സുകളെ പാവനമാക്കി, പരിശുദ്ധമാക്കി, മഹത്തമമായ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ അത്യന്തം ശ്രദ്ധ ചെലുത്തി വിരചിതമായിട്ടുള്ള ഒരു കൃതിയെയാണ്, അഥവാ നേരത്തെ ഞാനിവിടെ പറഞ്ഞതുപോലെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന രീതിയിൽ ഭാഗവതം തന്നെയാണ് എന്ന ഉദ്ദേശ്യത്തോടെ ഉപാസിക്കുവാൻ സാധിക്കുന്ന ഭക്തന്മാർ തീർച്ചയായും ഈശ്വരനിൽ ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ ഗ്രാമപ്രകൃതിയുടെ മോഹനമായ കുളിർമയിൽ അതിവിശിഷ്ടമായ വൈദിക സൂക്തങ്ങളുടെ പൊലിമയോടെ അത്യധികം ശുദ്ധമായ പൗരാണിക പ്രഭാഷണങ്ങൾ അനവധി നടക്കുന്ന ഈ സന്ദർഭം മനസ്സിനും വപുസ്സിനും ജീവിതത്തിനും വളരെയേറെ പുണ്യദായിയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ക്ലിപ്തമായ സമയപദ്ധതിക്കുള്ളിൽ വിശദമായ ആശയസംഹിതകളെ പറഞ്ഞൊതുക്കി വയ്ക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ട് എന്നിരിക്കലും നമുക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ഇതിനായി വിനിയോഗിക്കാൻ സാധിക്കുന്നതും സമയം കണ്ടെത്താൻ നമ്മുടെ യത്നം ഉള്ളതും ഈശ്വരകൃപയാണ്. അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ഒരു സന്ധിപ്പ് ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 10ാമത് സത്രം ഉണ്ടാവുകയും എന്നുവെച്ചാൽ 9 എണ്ണം കഴിഞ്ഞല്ലോ, ഇനി എത്രയോ എണ്ണം കഴിയാനിരിക്കുന്നതും ഈ സദസ്സുകളിൽ നമുക്ക് സമ്മേളിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഈശ്വരേച്ഛ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ മുമ്പിൽ പറഞ്ഞ ആ മഹാത്മാവ് തീർച്ചയായും എനിക്ക് വളരെ ഒരു സൗകര്യം തന്നിട്ടുണ്ട്. അതുവരെയുള്ളത് അദ്ദേഹം ഒതുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ദത്താത്രേയ യദുസംവാദം അഥവാ അവധൂത യദുസംവാദം എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. 24 ഗുരുക്കന്മാരെ പറ്റിയാണ് അതിൽ പറയുന്നതെന്ന് ഭാഗവതന്മാരായ നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. ഭഗവത് പ്രീത്യർത്ഥം നമ്മൾ എന്ത് പ്രതിഷ്ഠിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം ഒരു മഹത്തമമായ സങ്കല്പത്തോടെയാണ്. ആ സങ്കല്പമാകട്ടെ ജഗദ്ഗുരുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗുരുവിന്റെ പാത കാണിക്കയായുള്ള പ്രവൃത്തിയാകുന്നു. ഭക്തൻ അങ്ങനെ ചെയ്യൂ, ഭക്തനതേ പറ്റൂ. അല്ലാതൊരു വിധത്തിൽ പ്രവർത്തിക്കാൻ ഭക്തന് സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഭാഗവതീയ കഥകൾ പ്രഥമസ്കന്ധം മുതൽ ഇതാ ഇപ്പോൾ വായിക്കുന്ന ഏകാദശ സ്കന്ധം വരെ എത്തുമ്പോൾ പാദത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഏതാണ്ട് ശിരസിന്റെ സ്ഥാനത്ത് എത്തിയ ഒരു പ്രതീതി തീർച്ചയായും ഉണ്ടാവും. മഹത്വമായ ഈ അധ്യായത്തിന് അല്ലെങ്കിൽ ഈ സ്കന്ധത്തിന് ഭാഗവതത്തിന്റെ ശിരസ്ഥാനം കൊടുത്താൽ ഒരു തെറ്റുമില്ല. ഭാഗവതത്തിൽ എവിടെയാണ് ഇനി മോശമായ സ്ഥാനമുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. എല്ലായിടവും ഒരുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ പറയാറുള്ളത് പോലെ മധുരാധിപതേരഖിലം മധുരം എന്ന് പറയുന്നത് പോലെ ഭാഗവതം അതിന്റെ ആദ്യന്തം ആപാദചൂടം വളരെ വിശിഷ്ടമായ രചനയാണ് എന്നിരിക്കലും വിജ്ഞാനത്തിന്റെ വിശിഷ്ടതകൾ കൊണ്ട് വരേണ്യമായിരിക്കുന്ന ഒരു മഹത്തമമായ ഭാഗമാണ് ഏകാദശ സ്കന്ധം. ഏത് വേദാന്ത ശാസ്ത്ര ഗ്രന്ഥത്തിനും കിടനിൽക്കത്തക്ക വിധത്തിലുള്ള വിശിഷ്ടോപദേശങ്ങളാണ് ഇതിൽ. പ്രത്യേകിച്ച് ഏകാദശ സ്കന്ധം നമ്മളെടുത്താൽ ഒരു വലിയ ഗീതയാണുള്ളത്, ഉപഗീതകൾ ചേർന്നിട്ടുള്ള ഉദ്ധവഗീത. ഏകാദശ സ്കന്ധത്തിന്റെ 6ാം അധ്യായം മുതൽ 29ാം അധ്യായം വരെ, ആകെ 30 അധ്യായമുള്ള ഈ ഏകാദശ സ്കന്ധത്തില് 6ാം അധ്യായം മുതൽ 29ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന ആ കഥാഭാഗത്തിനൊക്കെ കൂടി ചേർത്ത് പറയുന്നത് ഉദ്ധവഗീത എന്നാണ്.
ശ്രീ ഭഗവാന്റെ അവതാരകൃത്യങ്ങളൊക്കെ ഉപസംഹരിച്ചിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ഈ സപ്താഹം സത്രം സമാപിപ്പിച്ച് വളരെ കൃതകൃത്യതയോടെ ഇതിന്റെ ഭാരവാഹികൾ മടങ്ങുന്നത് പോലെ, വളരെ സംതൃപ്തിയോടെ മടങ്ങുന്നത് പോലെ ഈ ഉലകമാകുന്ന ഉത്തമ വിദ്യാലയത്തിലെത്തി വേണ്ടുന്നതായ സത്യങ്ങളെ ഏവരെയും പഠിപ്പിച്ച് സ്വജീവിതം തന്നെ വലിയൊരു ധർമ്മമാക്കി, തന്റെ ജീവിതം തന്നെ ധർമ്മ സന്ദേശമാക്കി മാറ്റിയ ലീലാമാനുഷനായ ശ്രീ ഭഗവാന്റെ അന്തർധാന സന്ദർഭമാണ്, അതിന്റെ പ്രാരംഭം കുറിക്കലാണ് ഇവിടെ ഈ അവധൂത ദത്താത്രേയ സന്ദർഭം വരുന്നത്. ഉദ്ധവഗീതയാണ് ഭഗവാന്റെ ഏറ്റവും അവസാനമായി വരുന്ന ഉപദേശം എന്ന് നമ്മൾ കേൾക്കുക. ഉദ്ധവഗീത എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും അവസാനമായി ഭഗവാൻ ചെയ്യുന്ന ഉപദേശം ഭാഗവതീയമായി നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്നത്. മനുഷ്യനെ ഏറ്റവും ഉത്തുംഗമായൊരു സ്ഥാനത്ത് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എവറസ്റ്റ് കയറണം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ഭഗവത് ഭക്തിയിൽ അഭിരമിക്കാൻ സാധിക്കണം, അതിനുള്ള മനസ്സുണ്ടാകണം, അതിലേക്കായുള്ള നിരന്തര ശ്രമമുണ്ടാവണം എന്നാണ് അതിന് മറുപടി എന്ന് തോന്നുന്നു. മനസ്സുണ്ടാകണമെങ്കിലോ അതിനൊരു നിരന്തരമായ പരിശീലനം വേണം. ആളുകൾ പറയാറുണ്ട്, എന്താണ് പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവോടു കടക്കും അജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യകം. രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും അവസാന നിമിഷത്തിലെങ്കിലും രാമ എന്ന് ചെയ്സ്ഥരം പറയാൻ സാധിച്ചാൽ, ഉള്ളു തുറന്നു പറയാൻ സാധിച്ചാൽ അന്നേരം തന്നെ സദ്യോമുക്തി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എങ്കിൽ പിന്നെ ജന്മനാ രാമദൂതനായ എനിക്ക് ഇനി ഈ സാധാരണ ഈ സമുദ്രത്തെ കടക്കാൻ എന്ത് പ്രയാസമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ച ഹനുമാൻ ഭക്തിയുടെ ഏറ്റവും വരേണ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നു, ആ അന്ത്യനിമിഷത്തിലെങ്കിലും രാമ എന്ന് ചൊല്ലിയാൽ മതി എന്ന്. പക്ഷേ ചൊല്ലണ്ടേ, ചൊല്ലാൻ തോന്നണ്ടേ, തോന്നാൻ ശീലം വേണ്ടേ? ശീലം ശീലിച്ചാലല്ലേ പറ്റൂ, ഇല്ലെങ്കിലോ ശീലിച്ചതേ പാലിക്കൂ. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ അന്ത്യകാലം വന്നു ചേരുന്ന അവസരത്തിൽ നമ്മളെല്ലാം ആകെ സംഭ്രമിതരാണ്. നമുക്കിനി പഠിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ആർട്ട് ഓഫ് ഡെത്ത് ആകുന്നു. ആർട്ട് ഓഫ് ഡെത്ത്, മരണം എന്ന കല അഭ്യസിക്കേണ്ടതാകുന്നു. ഭാരതീയരായ ഋഷീശ്വരന്മാർ ഈ മരണകല നന്നായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ സംഭരിച്ചു വയ്ക്കുന്ന ജീവിതത്തിന്റെ എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ള സംയമനപൂർവമായ പരിശ്രമങ്ങൾ അഥവാ യതേന്ദ്രിയതയോടുകൂടിയുള്ള ഈശ്വര ധ്യാനം ക്രമേണ നമ്മെ വളർത്തി കൊണ്ടുചെന്നെത്തിക്കുന്നത് ലോകനിയന്താവിന്റെ മുമ്പിൽ സർവം സമർപ്പിച്ചുകൊണ്ടുള്ള, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ, അങ്ങനെ സമർപ്പിക്കാൻ. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം എന്ന് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു അർജുനനോട്. എല്ലാം അങ്ങോട്ട് സമർപ്പിച്ചോളൂ. ഭഗവാൻ പറഞ്ഞു, ഞാനല്ലാതെ ഒന്നും ഈ ലോകത്തില്ല, പിന്നെന്തിനാ നീ വിചാരിക്കുന്നത് ഓരോന്നോരോന്ന്? മത്ത പരതരം നാസ്തി, എന്നിൽ അപ്പുറമായി മറ്റൊന്നും തന്നെ ഇല്ലായിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഊട്ടി ഉറപ്പിച്ച് വലുതാക്കി ഭഗവാങ്കൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതോടുകൂടി നമ്മൾ ആ എവറസ്റ്റിൽ, ആധ്യാത്മികതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിക്കഴിയും എന്നർത്ഥം. ഇത് പഠിക്കാൻ ഏറെ പേരുണ്ടാവും, പറയാൻ അതിലും ഏറെ പേരുണ്ടാവും, പ്രവർത്തിക്കാൻ വളരെ കുറച്ചു പേരെ കാണൂ എന്നുള്ളത് ഓർമ്മിക്കുക. പറയാനും പഠിക്കാനും ഒക്കെയുള്ള രീതിയുടെ പ്രത്യേകത പോലെ നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ആകെ മാറിപ്പോവുകയാണ്. മരണം സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എന്തൊരു വെപ്രാളമാണ് പാവങ്ങൾക്ക്. തലേണക്കീഴിലെ കാക്കോൽ കൂട്ടത്തിലേക്ക് കൈപോകട്ടോ, ബന്ധുജനങ്ങളെ വിളിച്ച് അടുത്തു നിർത്തി പലതും പറയണമെന്ന് ഭാവിച്ചിട്ട് നാവ് പൊന്താതിരിക്കുന്നോ, അതോ വട്ടം തിരിഞ്ഞ കണ്ണുകളിലൂടെ നോക്കി പൂർണ്ണമായി കൊതിതീരുവോളം കാണാൻ ശ്രമിച്ചിട്ട് തിരിഞ്ഞുപോയ കണ്ണുകൾക്കൊന്നും പെടാതെ പോകുന്നുവോ? ആരെങ്കിലും വന്ന് ഉരുട്ടിമിഴിച്ച കണ്ണുമായി ഇവനെ യമഭടരുടൻ എന്നെ തച്ചുകൊല്ലാൻ വരുമ്പോൾ എന്ന മട്ടിൽ തച്ചുകൊല്ലാൻ വരുന്നതായി തോന്നുന്നോ? എന്തോ സംഭ്രമജനകമായ ഒരവസാനം. നമുക്കതല്ല വേണ്ടത്. സംയമപൂർവമായ സമശാന്തമായ പ്രശാന്തമായ
വിടർന്ന് വികസിച്ച് സുഗന്ധം പരത്തി അടഞ്ഞ് ഇതൾ കൊഴിഞ്ഞ് തീരുന്ന പോലെ, ഒരു മഴ പെയ്ത് അത് ശമിക്കുന്ന പോലെ, ഇല പൊഴിഞ്ഞ് വീഴുന്ന പോലെ, വളരെ മഞ്ഞ് തുള്ളികൾ വീഴുന്ന പോലെ പ്രശാന്തമായ ഒരു അവസാനം നമുക്കുണ്ടാക്കുക എന്ന പാഠം വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആദിഗ്രന്ഥമായ വേദം തൊട്ട് അധുനമായ കാലഘട്ടത്തിൽ വരെ അധ്യാത്മ ജിജ്ഞാസുക്കളെ ജിജ്ഞാസ ഉപശമിപ്പിക്കുന്ന വിധത്തിൽ വിരചിച്ചിട്ടുള്ളതെല്ലാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് 24 ഗുരുക്കന്മാരെ പറ്റി പ്രഘോഷണം ചെയ്യുന്ന ഈ ദത്താത്രേയ യദു സംവാദം. യദു മഹാരാജാവ് യയാതി എന്ന ആ പ്രഖ്യാത രാജാവിന്റെ പുത്രനാണ്. യുവരാജാവായ ഇദ്ദേഹം പലയിടം സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ വനയാത്രയിൽ മധ്യേ കണ്ടുമുട്ടുന്നു ഒരു അവധൂതനെ. ആരാണ് ഈ അവധൂതനെന്നും കൂടി അറിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. ദത്താത്രേയ മഹർഷി എന്ന് മറുപടി പറഞ്ഞാൽ തീർന്നു. പക്ഷെ അവധൂതൻ എന്നാൽ ആരാണ്? അവധൂതൻ എന്ന് പറയുന്നത് ഈ തത്വമസ്യാദി വാക്യത്വാത്, തത്വമസ്യാദി വാക്യ സമ്പൂർണത വരുത്തിയ ആളാണ് അവധൂതൻ. ആ ആൾക്ക് ഈ ലോകബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ പരബ്രഹ്മത്തെ മാത്രം തന്റെ ദിക്ക് കൊണ്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നയാളാകുന്നു. സംസാരബന്ധനം തീരെ ഇല്ലാതിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് അവധൂതോപനിഷത്ത് പറയുന്നത് അക്ഷരത്വാത് വരേണ്യത്വാത് ധൂത സംസാരബന്ധനാത് തത്വമസ്യാദി വാക്യത്വാത് അവധൂത ഇതീര്യതേ. അവധൂതൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകുന്നു. അക്ഷരത്വമുള്ളയാളാണ്. അക്ഷരത അനശ്വരത. അനശ്വരമായ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ആ പദവിയിലെത്തിയയാൾ, സാക്ഷാത്കൃതനാകുന്നയാൾ അതിന് തുല്യനാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന മട്ടിൽ ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്നയാൾ ബ്രഹ്മമായി തന്നെ തീരുന്നു എന്ന വിധത്തിലാണെങ്കിൽ ആ അക്ഷരത്വാത് വരേണ്യത്വാത്, വരൻ ശ്രേഷ്ഠനാകുന്നു, വരേണ്യം ശ്രേഷ്ഠ പദവിയാകുന്നു. സർവ്വതിനും ശ്രേഷ്ഠമായ ആ ഉയർന്ന പദവിയെ വഹിക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതിലപ്പുറമായി ഒന്നിനെയും വരമായി കാണാത്ത ആളാകുന്നു. വരേണ്യത്വാത് ധൂത സംസാരബന്ധനാത്, സംസാരബന്ധനം നിർധൂതമായവർ. നമ്മളിവിടെ ഭാഗവതം പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഈശ്വര 6:30 ഇയാൾ നിർത്തുവാവോ, 6:35 വണ്ടി കിട്ടുവാവോ എന്നിങ്ങനെ നിങ്ങൾക്കും എനിക്കും തോന്നും. 6:30 നിർത്തി ഓടിയെത്തിയാൽ കിട്ടുവാവോ വാഹനം. ഇതൊക്കെ നമ്മുടെ ലൗകിക ബന്ധനത്തിന്റെ ചരടുകൾ നമ്മെ കാലിലും കയ്യിലും കെട്ടിപ്പിടിച്ചിരിക്കുന്നതാകുന്നു. ഇതിൽ നിന്ന് വേർപെട്ടു പോകാൻ, കുടഞ്ഞു പോകാൻ നമുക്ക് ആവതില്ലാതെ നമ്മൾ വിഷമിച്ചു പോവുകയാകുന്നു. നമ്മൾ ഓരോ ബന്ധനത്തിൽ, ഓരോ കൃത്യവും ബന്ധനമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബന്ധനം അറ്റേ പോകൂ, കർമ്മം തീർന്നേ പോകൂ, കെട്ടുകളറ്റേ മോക്ഷം കിട്ടൂ എന്ന് നമ്മൾ ഭാഗവത സങ്കീർത്തനത്തിൽ കേൾക്കുകയാണ്. അങ്ങനെ കെട്ടറുക്കാൻ വേണ്ടിയുള്ള വിദ്യ പണ്ടേ നമ്മുടെ ഏറ്റവും വലിയ പ്രൊഫസർമാരെന്ന് വിശേഷിപ്പിക്കേണ്ടുന്ന ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുകയാണ്. അവർ ദൃശികൾ, ദർശികൾ, ദർശനം ചെയ്യുന്നവർ ആയതുകൊണ്ട് അല്ലേ. ഋഷികളായ അവർ നമുക്ക് വരും കാലത്തേക്ക് എത്ര കഴിഞ്ഞാലും പഠിക്കുവാൻ പാകമായ വിധത്തിൽ തന്നിരിക്കുന്ന ബ്രഹ്മജിജ്ഞാസുക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട ഗ്രന്ഥങ്ങൾ, അവയിലെ ഉപദേശമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. വളരെ വളരെ ശ്രദ്ധേയമായ ഭാഗം ഓരോരുത്തരും ഈ സത്രത്തിൽ സംസാരിക്കാൻ വരുമ്പോഴൊക്കെയും പറഞ്ഞു കാണും. തീർച്ചയായും 1 മണിക്കൂർ പര്യാപ്തമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആയതിനാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഈ 1 മണിക്കൂർ കൊണ്ട് 24 ഗുരുക്കന്മാരെ പറയുക. ഇനി ഈ പുരാണങ്ങളിൽ ഏതെങ്കിലും 24 എന്നോ 1000 എന്നോ 10,000 എന്നോ സംഖ്യ പറയുന്നത് കൊണ്ട് ആ സംഖ്യയുടെ ക്ലിപ്തി എത്രയോ അതേ ഉള്ളൂ എന്ന് ധരിച്ചേക്കരുത്. 24 ഗുരുക്കന്മാരെ ഇവിടെ പറയുമ്പോൾ പക്ഷികളായി, മൃഗങ്ങളായി, പിന്നെ മനുഷ്യരായി, മറ്റെന്തെല്ലാം ജാതി ലോകത്തുണ്ടോ, ജാതി ഞാൻ ഈ പറഞ്ഞ ജാതികളാണേ, പക്ഷി, മൃഗം, വൃക്ഷം, സസ്യം എന്നിങ്ങനെ കീടങ്ങൾ മുതലായ ജാതികളാണ് ഉദ്ദേശിച്ചത്. ആ സർവ്വജാതികളിലും പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഓരോന്നിനെ ഗുരുവാക്കി ഇവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സർവവും ഗുരുവായി കാണുന്ന ഒരു മഹാത്മാവിനെയാണ്. ശ്രീ അഭേദാനന്ദ സ്വാമികളുടെ സ്വാഗത രൂപത്തിൽ പറഞ്ഞതുകൊണ്ടും കൂടി പറയുകയാണ്. തിരുവനന്തപുരത്തും കേരളത്തിൽ ഭാരതത്തിലെങ്ങും പ്രസിദ്ധനായ അഭേദാനന്ദ സ്വാമികളുടെ സന്നിധിയിൽ കുറച്ചധികം ഇരിക്കാനും കേൾക്കാനും ഭാഗ്യം കിട്ടിയവരിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹം പറയാറുണ്ട്, ആരാണ് സർവശ്രേഷ്ഠനായ ഗുരു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തമനായ ഗുരു പറയുന്ന മറുപടി ഇങ്ങനെ ആയിരിക്കും അത്രേ: എല്ലാറ്റിനെയും ഗുരുവായി സ്വീകരിക്കാൻ സന്മനസ്സുള്ളയാളാണ് ശ്രേഷ്ഠനായ ഗുരു എന്ന്.
ഇതൊരു ഗുരുവിന് മാത്രമല്ല, ഈ ശ്രേഷ്ഠരായ ഭക്തന്മാർക്ക് മുഴുവൻ ആരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്, എന്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ വരുന്ന വാഹനത്തിലും ഇരിക്കുന്ന കസേരയിലും ഇതിപ്പോ ഓരോന്നിലും നമുക്ക് ഓരോന്ന് പഠിക്കാനുണ്ട് എന്നർത്ഥം. ഒരിക്കൽ, സമയമില്ലെങ്കിലും പറയാണ്, ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പണ്ഡിതനായ മന്ത്രിയോട് ചോദിച്ചു 3 ചോദ്യങ്ങൾ. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും, കാരണം ഒക്കെ ഭാഗവതരാണ്. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ആവർത്തനം ഇവിടെ മുഷിപ്പല്ല എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു. രാജാവ് പണ്ഡിതനായ മന്ത്രിയോട് ചോദിച്ചു 3 ചോദ്യം. ഹേ മന്ത്രി, അവിടുന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക. ഭഗവാൻ എവിടെയിരിക്കുന്നു? ഭഗവാൻ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? ഭഗവാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ മന്ത്രി ആകെ കുഴങ്ങിപ്പോയി. എന്ത് പറയാനാണ്? 3 ദിവസം കൊടുത്തു. ആലോചിച്ചോളൂ, ഈ 3 ദിവസം കൊണ്ട് ഉത്തരം കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. ദർബാർ ഹാളിൽ പണ്ഡിത മധ്യത്തിൽ വെച്ച് അങ്ങ് പറഞ്ഞുകൊള്ളണം. പറയാനും സമ്മതിക്കാനും വയ്യ, പറയില്ല എന്ന് പറയാനും വയ്യ. ആകെ കുഴങ്ങി വശായി വീട്ടിൽ പോയി. ഒരു ഊണുറക്കങ്ങളൊന്നുമില്ലാതെ ഇദ്ദേഹം ആലോചിച്ച് അസ്വസ്ഥനായി നടക്കുന്ന കണ്ടു. ഓരോരുത്തരും പരിഭ്രമിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന കാര്യം. 3-ാം ദിവസമായപ്പോൾ ആകെ വെപ്രാളമായി. അദ്ദേഹം ഇങ്ങനെ ആവലാതിപ്പെട്ട് നടക്കുമ്പോൾ അവിടുത്തെ ഒരു ഭൃത്യൻ ചോദിച്ചു, തമ്പുരാനെ, അവിടുന്ന് എന്താണ് ഇങ്ങനെ വളരെ വിഷണ്ണനായി കാണുന്നു? ഞാൻ ഇതുവരെ അങ്ങേ കണ്ടിട്ടില്ലല്ലോ. മുങ്ങിച്ചാകാൻ പോകുന്നവർക്ക് മുളമ്പുല്ലും ആശ്രയം എന്ന് പറയും പോലെ, ഇനി ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു അബദ്ധത്തിലാണ് ഞാൻ, എനിക്കൊന്നും സാധിക്കുന്നില്ല. അയാൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ, അത് ഞാൻ സാധിച്ചു തരാം. അതെങ്ങനെ നീ സാധിക്കും? അതൊന്നും തമ്പുരാൻ അറിയണ്ട, ഞാൻ അത് സാധിച്ചു തന്നോളാം. എനിക്ക് വിലപ്പെട്ട വസ്ത്രാദികൾ തന്ന് എന്നെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും. അദ്ദേഹം വിചാരിച്ചൊന്ന് പരീക്ഷയൊക്കെ തലപോകുന്ന കേസാണ്, ഇവനെ കൊണ്ടുപോയി രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇതെന്റെ ഗുരുനാഥനാണ്, ഇദ്ദേഹം ഇതെന്റെ ശിഷ്യനാണ്, ഇവൻ അവിടുത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പറഞ്ഞുകൊള്ളും എന്ന്. ഓഹോ, അത്ര പണ്ഡിതനായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ മന്ത്രി ഇവിടെ കൊണ്ടുവരില്ല. കൊണ്ടിരുത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദേ ചോദ്യം 3 ചോദിച്ചു, എവിടെ ഇരിക്കുന്നു ഈശ്വരൻ? അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, ഒരു കറവ പശുവിനെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. കറവ പശുവിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഒരു ദുഹിതാവ് എന്ന് പറഞ്ഞാൽ ദോഹനം ചെയ്യുന്നയാൾ വന്ന് പാൽ കറക്കട്ടെ. കറന്നു. മഹാരാജൻ, ഈ പശുവിന്റെ ഏതു ഭാഗത്താണ് പാലിരുന്നത്? അകട്ടിലല്ലോ, പിന്നെ എവിടെയാണ്? സർവ ശരീരത്തിലും ഉണ്ടായിരുന്ന ശക്തിയാണ്, ചോരയാണ് ക്ഷീരമായി അകട്ടിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. പ്രപഞ്ചമാകുന്ന പശുവിന്റെ സർവാംഗീണ ഭാഗങ്ങളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന സത്യമാകുന്നു ഈശ്വരൻ എന്ന് പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. അത്ഭുതം കൊണ്ട് അദ്ദേഹം കണ്ണുവിടർത്തി. അദ്ദേഹം അടുത്ത് ചോദിച്ചു, ഈ ഭഗവാൻ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു? നമ്മൾ പറയില്ലേ, കിഴക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം എന്നിങ്ങനെയൊക്കെ പറയുമല്ലോ. എങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്ന ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുക, ഒറ്റ നാളം. ആ ഒറ്റ നാളമുള്ള വിളക്ക് കത്തിയിരുന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, മഹാരാജൻ, ഈ ദീപനാളം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. ദീപമല്ല, ദീപനാളം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, എങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. അതുപോലെ ഭഗവാൻ എങ്ങോട്ടുമുണ്ട്. അതല്ലേ നമ്മുടെ സങ്കല്പത്തിലെ ബ്രഹ്മാവിന്റെ നാൻമുഖത്വം ഇരിക്കട്ടെ. അവസാനം ചോദിച്ചു, ഇനി ഭഗവാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യമാണ്. അതോ എങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്, അത് സാധിച്ചു തരണം. എന്താണ്? സ്വല്പ നേരത്തേക്ക് ആ സിംഹാസനത്തിൽ രാജകീയ വേഷത്തിൽ എന്നെയും കുറച്ചു നേരത്തേക്ക് എന്റെ ഭൃത്യവേഷത്തിൽ അവിടുന്ന് ഈ ചുവട്ടിലും ഇരിക്കണം. ഓ, അങ്ങനെ മാറിയിരുന്നു. മഹാരാജാവേ, ഇതാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ. ഇങ്ങനെ ഭൃത്യനാക്കുകയും പ്രജയാക്കുകയും രാജാവാക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലി ഭഗവാന്റേതാണ് എന്ന് പറഞ്ഞ് രാജാവിനെ സമ്മതിപ്പിച്ചതായി ഒരു കഥയുണ്ട്. കേൾക്കുമ്പോൾ ഇത് യുക്തിഭദ്രമോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും സത്യം ഇതാണ്. ലോകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുളുണ്ട്. ആ പൊരുൾ എങ്ങും മുഖാവൃതമായിരിക്കുന്നതാണ്. ആളുകൾക്ക് എവിടെയും ഏത് സ്ഥലത്തും ഉപാസിക്കാവുന്നതാണ്. ആ ഉപാസന ശക്തി പകരുന്നതാണ്. അങ്ങനെയുള്ള ആ ഈശ്വരൻ ഏത് ഗുരുരൂപത്തിൽ എവിടെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയണ്ടല്ലോ. 24 ഗുരുക്കന്മാർ മാത്രമേ ഉള്ളൂ എന്നല്ലല്ലോ ഭാഗവതത്തിൽ ഈ പറയുന്നതിന്റെ അർത്ഥം.
എണ്ണിയാലൊടുങ്ങാത്തത്ര ഏതെല്ലാം ജീവജാലങ്ങളും അചരങ്ങളും ലോകത്തുണ്ടോ അവയെല്ലാം തന്നെ മനുഷ്യന് അല്ല, ആ ദർശിക്കുന്ന ആർക്കും ഗുരുവാണ് എന്ന മഹാപാഠമാണ് ഈ 24 ഗുരുക്കന്മാർ എന്ന കഥയിലൂടെ തരുന്നത്. ഇവിടെ ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠതമരായ യോഗീശ്വരന്മാരുണ്ട്, പഞ്ചഭൂതങ്ങളുണ്ട്, പിന്നെ ശലഭമുണ്ട്, പക്ഷിയുണ്ട്, മൃഗമുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് നിൽക്കുക. ആന മുതലായ മൃഗങ്ങളുണ്ട്, വേശാങ്കനയുണ്ട്, സതീതീർത്ഥ ശ്രേഷ്ഠങ്ങളുണ്ട്. സർവ്വതും എന്ന് പറഞ്ഞാൽ ലോകത്തേതൊക്കെ ജാതി ഉപജാതികളായി കാണപ്പെടുന്നുവോ മനുഷ്യ സ്വഭാവാനുസൃതം. എങ്ങനെയാണ്? ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ഗുണം കർമ്മം എന്നിവയനുസരിച്ച് ഞാൻ 4 ജാതിയെ സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെ ഗുണപരമായി നോക്കുമ്പോൾ ലോകത്ത് കാണുന്ന സർവ്വ മാനവരാശികളിലും ജീവജാലങ്ങളിലും കാണുന്നതിന് എല്ലാറ്റിൻ്റെയും പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇവിടെ ഈ നിബന്ധം ചെയ്തിരിക്കുന്ന കഥാഭാഗം ഉള്ളത്. പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണ സമുദ്ധരന്തി ആത്മാനം ആത്മനൈവ അശുഭാശയാത്. എന്താണെന്നോ, ഈ മിക്കവാറും ഈ ലോകതത്വത്തെ ആലോചിച്ചാൽ സമർത്ഥരായ ജനങ്ങൾ പ്രായേണ സ്വന്തമായ ആലോചനയിലൂടെ തന്നെ വിഷയവാസനയിൽ അകപ്പെട്ട് കിടക്കുന്ന തങ്ങളെ എന്ത് ചെയ്യും? വിഷയവാസനയിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് ആലോചനാ സാമർഥ്യത്താൽ ഉയർത്തി കൊണ്ടുവരുന്നതാണ്. ആ ഉയർത്തലാണ് ഇവിടെ സത്രം നടത്തുന്നത്. നാം നമ്മുടെ തന്നെ ഉദ്ധൃതിക്ക് ആത്മന്യേവ ആത്മനാതുഷ്ടരായി കഴിഞ്ഞ് നാം നമ്മെ തന്നെ ഉദ്ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തിയെത്തും എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അങ്ങനെ വളർന്നു വരുന്ന മനുഷ്യ മനസ്സുകൾക്ക് ഒരിക്കൽ ഒരു ഉദാഹരണമായി കഥാസന്ദർഭം വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്തർധാനം ചെയ്യാൻ തയ്യാറായ ഭഗവാൻ യദുകുലം മുടിക്കുവാൻ തീർച്ചപ്പെടുത്തി നിന്ന് സർവ ദുർലക്ഷണങ്ങളും അവിടെ കണ്ടു തുടങ്ങിയപ്പോൾ ആകെ സന്ത്രാസമായ മനസ്സോടെ ഉദ്ധവർ ഭഗവാന്റെ അടുക്കൽ ചെന്നു. ഭഗവാനോടുകൂടി ഇരിപ്പിലും നടപ്പിലും സർവ സന്ദർഭങ്ങളിലും സാന്നിധ്യമുണ്ടായിരുന്ന ഉദ്ധവർ, ഭഗവാന്റെ ഭൃത്യനും ശിഷ്യനും മന്ത്രിയും സഖാവും ഒക്കെയായ ഉദ്ധവർ അല്ലേ, ഒരിക്കൽ ഭഗവാന് പകരം അങ്ങ് ഗോപീജനങ്ങളുടെ അടുക്കലേക്ക് അയച്ചതുപോലും ഭഗവത് സ്വരൂപിയായ ഈ ഉദ്ധവരെ ആയിരുന്നു എന്ന് ഭാഗവത കഥയിലൂടെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഉദ്ധവർക്കൊരു പക്ഷേ അങ്ങനെ ഭക്തിയാധിക്യം തനിക്കുണ്ടെന്നും തന്നോടാണ് ഭഗവത് കൃപ കൂടുതലെന്നും തോന്നലുണ്ടായത് അവിടെ വെച്ച് തീർന്നു. അങ്ങനെ ഒരു മുനികൽപ്പനായ ഉദ്ധവർ ഇവിടെ ഇപ്പോൾ വിഷമിക്കാൻ തുടങ്ങി. നോക്കണേ, ഉദ്ധവർക്ക് പോലും ഭഗവത് അന്തർധാനം വരുന്നു എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത വിഷമം വന്നു. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മൾ ഈ ബന്ധുജനങ്ങളൊക്കെ പോകുമ്പം വേർപെട്ട് വിളിക്കുന്നതിലൊന്നും വലിയ അത്ഭുതമില്ല അല്ലേ? പക്ഷേ ഇവിടെ വേദവ്യാസർ നമുക്ക് പറഞ്ഞു തരുന്നത്, ഭക്തന് ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന ഒരു ജീവിതമില്ല. ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്ന ആ പാട്ടില്ലേ, അത് തന്നെയാണ് ഭക്തന്റെ മാനസം. അതുകൊണ്ട് ഭഗവാനെ പിരിയാൻ സന്ദർഭമായി എന്ന് ബോധ്യം വന്നതോടെ അദ്ദേഹം ആകെ വിഷണ്ണനായി പോയി. അദ്ദേഹം ഒരിക്കൽ ഭഗവാന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഭഗവാനെ, അങ്ങന്ന് അവതാര ലീലകളെല്ലാം അവസാനിപ്പിച്ചു പോകുവാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? അങ്ങ് വിചാരിച്ചാൽ സാധിക്കുമായിരുന്ന ആ ബന്ധുനാശം അങ്ങ് ഒഴിവാക്കാതെ ആ ബന്ധുനാശം വരട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവിടുന്ന് പോയാൽ ഈ അനാശ്രയരായ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? എത്രയും മഹാപണ്ഡിതന്മാരായ മുനീശ്വരന്മാർ അവിടുത്തെ ഉച്ഛിഷ്ടം ഭുജിച്ചും അവിടുത്തെ വസ്ത്രം പുനഃധരിച്ചും അവിടുത്തെ മാല്യങ്ങൾ പിന്നീടെടുത്തണിഞ്ഞും അവിടുത്തെ അവശിഷ്ടങ്ങൾ മാത്രം സ്വീകരിച്ചും കൊണ്ട് അങ്ങയെ മനസ്സാ കണ്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും വരുന്നില്ല. ഞങ്ങൾ കുറെ ഭക്തന്മാർ ആ വിധം തന്നെയാണ് കഴിയുന്നത്. എങ്കിലും കൃഷ്ണ, അവിടുത്തെ പിരിയുവാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. ആ നീലശ്യാമ കോമള സ്വരൂപം കാണാതെ, ആ മനോജ്ഞമാം നറും മഞ്ഞ പട്ടു കാണാതെ, ആ പീലിക്കോലും അതുപോലെ മനോജ്ഞമാം ഓടക്കുഴലും അതിൽ നിന്നുയരുന്ന നദധാരയും ഇല്ലാത്ത ഒരു ലോകം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും വയ്യല്ലോ. ആ സന്ദർഭത്തിൽ അവിടുന്ന് ഈ മനഃശാന്തികരം ആയ ഒരവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എന്നെ ഉപദേശിക്കണേ. ആകെ വിഭ്രാന്തതയായിരിക്കുന്ന, ആകെ വിഹുലമാനസനായിരിക്കുന്ന, അത്യധികം പരിക്ഷീണാവസനായിരിക്കുന്ന, ഹൃദയക്ഷുണ്ണമായ അവസ്ഥയിൽ വിഷമിക്കുന്ന എന്നെ ഹേ ഭഗവൻ അവിടുന്ന് ഒന്ന് അനുഗ്രഹിച്ച് സാന്ത്വനപ്പെടുത്തണേ എന്ന് പറഞ്ഞു.
ഭക്തപരായണനായ ഭഗവാന് ഏതു വിധത്തിലും ഈ ശിഷ്യനെ, ഈ പുത്രനെ, ഈ ഭൃത്യനെ, ഈ ഭക്തനെ അനുഗ്രഹിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. കാരണം എന്തവസ്ഥയിലും അങ്ങനെയാണല്ലോ അല്ലേ? ഏത് സമയത്തും പോരാതിരിക്കുമോ കണ്ണൻ എന്നാണ്. അത് രാധവിളിക്കുകൾ മാത്രമല്ല, ധാരയായ ഭക്തി ആർക്കുണ്ടോ അവരുടെ ഒക്കെ അടുക്കലേക്ക് ഓടിയെത്തും ശ്രീ ഭഗവാൻ, യാതൊരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞു, "നീ വരൂ" എന്ന് ഏകാന്തത്തിൽ വിളിച്ചു കൊണ്ടുപോയി ചെന്നിട്ട് പറഞ്ഞു, "ഞാൻ വിധി മുതലായ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അവതരിച്ചയാളാണ്. എൻ്റെ അവതാരലീലകളെല്ലാം തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഭൂമി പ്രശാന്തമായി ദുഷ്ടന്മാരൊക്കെ നശിച്ചിട്ട് ഇപ്പോൾ ഭൂമിക്ക് സഹിക്കാൻ വയ്യാത്തത്, ധരിക്കാൻ വയ്യാത്തത് ഒരു കൂട്ടരെ മാത്രമാണ്. എൻ്റെ ശേഷിയിലും എൻ്റെ ശക്തിയിലും പ്രഭാവിതന്മാരായി തീർന്ന യദുക്കൾ അവർ മുഷ്കരന്മാരായി മാറിയിരിക്കുന്നു. അവരെ ഭൂമിക്ക് ഭാരമായി വച്ചേക്കാതെ അവരെയും നശിപ്പിച്ച് ഭൂമിയെ, ഞാൻ വസിക്കുന്ന ഈ ദ്വാരകയെയും കടലിൽ മുക്കി ഞാൻ പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ മനസ്സിനെ ഒതുക്കി ഭക്തിയിൽ മുഴുക്കി ബദരികാശ്രമത്തിൽ പോയി തപം ചെയ്ത് മനഃശാന്തി വരുത്തി ലോകത്ത് വളരെ സന്തുഷ്ടനായി സഞ്ചരിക്കുക" എന്ന് പറഞ്ഞു. അതിന് ഞാൻ അത്രൈവ ഉദാഹരന്ത്യാമി ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിത തേജസ. യദുവും അവധൂതനും തമ്മിലുള്ള, അമിത തേജസ്സായ അവധൂതനും തമ്മിലുള്ള ഒരു ഇതിഹാസം, ഒരു കഥ ഞാൻ അവിടേക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പോ അവധൂതൻ, നേരത്തെ ഞാൻ പറഞ്ഞു അവധൂതന്റെ ലക്ഷണം. അവധൂതനായി വന്നിരിക്കുന്നത് ദത്താത്രേയ മഹർഷിയാണ്. ആ അവധൂതനും യദു, യയാതി രാജാവിന്റെ പുത്രൻ, നഹുഷ മഹാരാജാവിന്റെ പൗത്രൻ ആയ യദു മഹാരാജാവും തമ്മിലുള്ള സംവാദമാണ് 24 ഗുരുക്കന്മാരെന്ന് പറയുന്ന ഈ ഭാഗം. അല്ലെങ്കിൽ എന്താണ്? യദു സംവാദം എന്ന് പറയുന്ന ഭാഗം, അവധൂത യദു സംവാദം എന്ന് പറയുന്ന ഭാഗം. അവധൂതം ദ്വിജം കിഞ്ചിത് ചരന്ത് അകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദുവപ്രച്ഛ ധർമ്മവിത്ത് ആയ ഈ ചോദ്യകർത്താവ്, നേരത്തെ ഇവിടെ സാറ് നിങ്ങളോട് പറഞ്ഞതുപോലെ ചോദ്യകർത്താവിനും വക്താവിനും വളരെ വളരെ യോഗ്യതകളുണ്ട്. ആശ്ചര്യ വക്ത കുശലോസ്യ ലബ്ധ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ആശ്ചര്യ വക്ത കുശലോ അസ്യ ലബ്ധ. ആശ്ചര്യകരമായ അറിവിനുടമയായിരിക്കണം വക്താവ്. അത് സ്വീകരിക്കാൻ പ്രാപ്തമായ സാമർഥ്യമുള്ളവരായിരിക്കണം ലബ്ധാവ് എന്നും കൂടിയാണ്. ഇവിടെ രണ്ടും യോജിച്ചതാണ്. ഏത് രണ്ടും യോജിച്ചതാണ്? വക്താവായ ദത്താത്രേയനും ലബ്ധാവായ യദുവും. അതാണ് യദുവിന്റെ ലക്ഷണം തന്നെ പറഞ്ഞ എന്താണ്? പപ്രച്ഛ ധർമ്മവിത്ത്, ധർമ്മം ശരിക്കും അറിയുന്നയാൾ. അദ്ദേഹം ഇപ്രകാരം പപ്രച്ഛ ചോദിച്ചു. യദു ഉവാച, യദു മഹാരാജാവിനോട് പറഞ്ഞു, അല്ല ശ്രേഷ്ഠനായ ദത്താത്രേയ മഹർഷിയോട് ചോദിച്ചു, കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തുസ്സു വിശാരദ യാം ആസാദ്യ ഭവാൻ ലോകേ വിദ്വാംശ്ചരതി ബാലവത്. ശ്രദ്ധേയമായ ഒരു പാഠമാണ്. അല്ലയോ ദത്താത്രേയ മഹർഷി, അല്ലയോ അവധൂതവര, അവിടുന്ന് ഒരു കർമ്മവും ലോകത്ത് ചെയ്യാതിരിക്കുന്ന ആളാകുന്നു. കർമ്മവിഹീനനായി ഇങ്ങനെ സഞ്ചരിച്ചിട്ട് മനസ്സിനെ ഒരു ബാലനെ പോലെ നിഷ്കളങ്കമാക്കി വെക്കാൻ എങ്ങനെ സാധിക്കുന്നു? 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരു ബാലനാണ്. ഇവിടെ അത് നേരത്തെ പറയുകയാണ്. ഒരു ബാലനെ പോലെ മനസ്സ് നിഷ്കളങ്കമാക്കി വെക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ബാലനെ പോലെ നിഷ്കളങ്കമാക്കി മനസ്സ് വെച്ചാൽ എത്രയും നല്ലതല്ലേ? നമ്മൾ വിചാരിക്കും ഈ കുട്ടിയെ പോലെ മനസ്സായാൽ മതിയോ? മതി. കുട്ടിയെ പോലെ മനസ്സാവുക എന്ന് പറഞ്ഞാൽ നിഷ്കളമാനസനാവുക എന്നർത്ഥം. ബൈബിൾ വായിച്ചിട്ട് അവിടെയും നമ്മൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കുട്ടികളായി വീണ്ടും ജനിക്കുവിൻ എന്ന്. അവിടെ ക്രിസ്തുദേവൻ പറഞ്ഞതിന്റെ അർത്ഥം പുനർജനിക്കുവിൻ എന്നല്ലല്ലോ, കുട്ടികളെ പോലെ പരിശുദ്ധ മാനസരായി തീരുവിൻ. ഒരുപക്ഷെ പള്ളിവാതിൽക്കനകത്ത് പിന്നെയും പിന്നെയും ജനിപ്പിൻ എന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിനേക്കാൾ അതിന്റെ പരമമായ അർത്ഥം എന്തെന്നാൽ പരിശുദ്ധ മാനസരായി പിറക്കുവിൻ. മനുഷ്യ മനസ്സ് പരിശുദ്ധമായി എപ്പോൾ തീരുന്നുവോ അപ്പോൾ നാം നിർമ്മത്സരരാണ്. കാമ ക്രോധ ലോഭ മോഹ മദ ദംഭാദി ഭാവങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരാതെ ഒരു ബാലനെ പോലെ നിഷ്കളചാരിയായി തീരുവാൻ സാധിക്കുന്നതാണ്. അതിന് പറ്റും വിധത്തിൽ അങ്ങേക്ക് എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന് യദു ചോദിച്ചു. യദു യുവരാജാവാണ്. രാജസം ശക്തമായിട്ടുണ്ട്. ധർമ്മവിത്താണെങ്കിൽ പോലും മനഃചഞ്ചലമായതിനെ നേരെ വണ്ണം ഒതുക്കി നിർത്തി പോകാൻ സാധിക്കാത്തയാളാണ്. അതുകൊണ്ട് തന്നെ ജിജ്ഞാസയുണ്ട്. ആ ജിജ്ഞാസയോടുകൂടി അറിയാൻ താല്പര്യത്തോടെ ചോദിച്ചതാണ്. അപ്പോ ആ ചോദ്യം കേട്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. നേരത്തെ സാർ പറഞ്ഞില്ലേ, നല്ല ഗുരുക്കന്മാർക്ക് ചോദ്യകർത്താക്കളായ ശിഷ്യന്മാരെ വലിയ ഇഷ്ടമായിരിക്കും.
അവർ മർമ്മ അനുസൃതമായ ചോദ്യം ചോദിക്കും, ധർമ്മ അനുസൃതമായി ചെവി പാർക്കും. മർമ്മ അനുസൃതമായ ചോദ്യം ചോദിക്കും, ധർമ്മ അനുസൃതമായി ചെവി പാർക്കും. അതുകൊണ്ട് ഇത് കേട്ട് ഇപ്പുറത്തൂടെ പോകലല്ല, സ്വീകരിക്കുന്നത് അവിടെ തന്നെ തഞ്ചും. ആയതിനാൽ തം ഹീന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദ കാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവത കേവലാത്മനഃ. ഈ നിർവിഷയനായി, നിർദ്വന്ദ്വനായി, നിരാമയനായി, ആനന്ദപൂർണനായി അങ്ങ് നടക്കുകയാണല്ലോ. എങ്ങനെ? പൃച്ഛതാം ബ്രഹ്മൻ ആത്മനി ആനന്ദ കാരണം. അങ്ങേക്ക് ഇങ്ങനെ സ്വയം ആനന്ദം അനുഭവിക്കുവാൻ ഇടയാക്കിയത് എന്ത് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് എന്നോട് ഈ കാര്യം നന്നായി പറഞ്ഞു തന്നാലും. ബ്രാഹ്മണന്റെ ഉത്തരത്തിലേക്ക് വരാം. ചിലതിടക്കിടയ്ക്ക് വിട്ടേ പറ്റുള്ളല്ലോ. പറയുകയാണ്, ബ്രാഹ്മണോ ഉവാച, ദത്താത്രേയ മഹർഷി പറഞ്ഞു, സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാ യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമി ഇഹത്താൻ ശൃണു. അല്ലയോ രാജാവേ, സന്ധി മേ ഗുരവോ രാജൻ, മേ ഗുരവോ സന്ധി, എനിക്ക് ഗുരുക്കന്മാർ പലരുണ്ട് കേട്ടാലും, ബഹോ ബുദ്ധി ഉപാശ്രിത, ബുദ്ധിയാൽ എനിക്ക് ആശ്രയിക്കാൻ പെടുന്ന, ബുദ്ധി കൊണ്ട് ഞാൻ ആശ്രയിക്കുന്ന 24 ഗുരുക്കന്മാർ. 24 എന്ന സംഖ്യ ഈ ശ്ലോകത്തിൽ പറഞ്ഞില്ല. എനിക്ക് കുറേ അധികം ഗുരുക്കന്മാരുണ്ട്. അവരോ യതോ ബുദ്ധി ഉപാദായ മുക്തോ അടാമി ഇഹതാൻ ശൃണു. ഞാന് ആ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ടിട്ടാണ് അടാമി, അടനം ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഇങ്ങനെ വളരെ സന്തോഷവത്. ഇവിടെ ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് എങ്ങനെയാണ്? ഉന്മത്തോ ജഡോ പിശാചവത് എന്നിങ്ങനെ അർത്ഥത്തിലാണ്. അങ്ങനെ ഭക്തിന്മത്തനായി ജഡനെ പോലെ പിശാചനെ പോലെ യാതൊന്നിലും പ്രത്യേകതയില്ലാതെ സമത്വമാർന്ന് നടക്കുകയാണ്. അല്ല, നമ്മൾ സാധാരണ കാണുന്ന പിശാച് എന്നുള്ള അർത്ഥത്തിലല്ലേ. അങ്ങനെ ജഡനായി ഉന്മത്തനായി അങ്ങനെ സർവ്വതിലും സമവീക്ഷണയോടെ ഒന്നിലും പ്രത്യേകതയില്ലാതെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഒരവസ്ഥ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നല്ലേ, സമതയോടെ കഴിയുക. ഇപ്പോൾ നമുക്ക് വരമ്പും ഇടവരമ്പും ഒക്കെ കൂടി കയറി വന്നിട്ട് പ്രഭുവും ഇടപ്രഭുവും കുചേലനും കുബേരനും ഒക്കെ വന്നിട്ട് എല്ലാവരും തമ്മിൽ ഭേദചിന്തകൾ അനവധിയാണ്. പരിഷ്കാരത്തിന്റെ മേലേ മുടിയിലും ജ്ഞാനത്തിന്റെ ഉന്നതിയിലും ഇരിക്കുന്നു എന്ന് ഉദ്ഘോഷണം ചെയ്ത് നടക്കുന്ന പാവം മനുഷ്യൻ. അവന് ഏതിനും ഓരോന്ന് കാണുമ്പോൾ ഒന്നകന്ന് മാറി നിന്നിട്ടൊരു സൂക്ഷ്മ നിരീക്ഷണമാണ്. ഈ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഏതോ ഒക്കെ മുദ്രകൾ അദ്ദേഹത്തിന് കാണണമെന്നുണ്ട്. അത് കണ്ടിട്ട് മ്ലേച്ഛൻ അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്നൊക്കെ പറഞ്ഞു മാറ്റി നിർത്താനൊക്കെ ആളുകൾ ഇപ്പോഴും കണ്ടു നടക്കുകയാണ്. ഭാഗവതം ഇത്രയൊക്കെ പറഞ്ഞിട്ടും, ഭാഗവതം നമുക്കറിയേണ്ടുന്നതും അതിലധികമായ കാര്യങ്ങൾ സമമാണ് ലോകത്ത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടും പറയുകയും ചെയ്ത് ഇറങ്ങി നിന്ന് വേറെ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പറയാൻ ഒരുപാട് പേരുണ്ടാവും, കേൾക്കാനും ഉണ്ടാവും ആളുകൾ, പക്ഷേ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആളുകൾ വളരെ കുറവാണ് എന്ന്. അപ്പോ സന്ധിമേ ഗുരവോ രാജൻ ബഹോ ബുദ്ധി ഉപാശ്രിത യതോ ബുദ്ധി ഉപാദായ മുക്ത. ഞാൻ മുക്തനായി. അവിടെയാണ് നമ്മൾ അറിയേണ്ട കാര്യം. മുക്തൻ ആരാണ്? മുക്തോ സ്വച്ഛന്ദധി, മുക്തോ സ്വതന്ത്ര. മുക്തൻ എന്നാൽ സ്വതന്ത്രനാണ്. അയാൾ സ്വച്ഛന്ദധിയാണ്. അയാൾ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ അയാൾക്ക് ഒരു ബന്ധനവും ഇല്ലാത്തയാളാണ്. മോചനം അഥവാ മുക്തിയാണ് മോക്ഷമാണ് അതിന്റെ കാര്യം. മോക്ഷം എന്നാൽ ഇവിടെ ജനിച്ച് മരിച്ച് എവിടെയോ ചെന്ന് അനുഭവിക്കുന്ന ഒന്നായിട്ടല്ല ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അഭിപ്രായം പറയുകയാണ്, ഇവിടെ തന്നെ നമ്മൾ ആ മോക്ഷരുചി അനുഭവിക്കുകയാകുന്നു. ജീവൻ മുക്തൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ ദത്താത്രേയ മഹർഷി അങ്ങനെയാണ്, മുക്തനായി അടനം ചെയ്യുകയാണ്. അവിടെ ഏതെങ്കിലും ഡിംഭസ്ഥവിര ഭേദം അദ്ദേഹത്തെ അലട്ടുന്നില്ല. വൃദ്ധനോ കുട്ടിയോ എന്നുള്ള ഭേദം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്നില്ല. അതുപോലെ പ്രഭുവോ കുചേലനോ എന്നുള്ള ദുഃഖം അദ്ദേഹത്തിന്, രാജാവോ ഭൃത്യനോ എന്നുള്ളതൊന്നും വിഷമം ഉണ്ടാക്കുന്നില്ല. സർവ്വവരെയും ഒന്നായി കാണാൻ സാധിക്കുന്നു. ആ 24 ഗുരുക്കന്മാരാരാണെന്നൊക്കെ പറയുന്നു 2 ശ്ലോകത്തിൽ. അത് ഇവയൊക്കെയാണ്. അത് പറയുമ്പോൾ നമുക്കിത് പൂർണ്ണമാവുമല്ലോ, എത്ര പറഞ്ഞു തീർന്നാലും തീർന്നില്ലെങ്കിലും. ആ 24 ഗുരുക്കന്മാരെ ഇങ്ങനെയാണ് പറയുന്നത്. പൃഥിവി വായുരാകാശം ആപോ അഗ്നിശ്ചന്ദ്രമാരവി കപോതോ അജകര സിന്ധു പതംഗോ മധുകൃത് ഗജ മധുഹ ഹാരിണോ മീന പിംഗല കുരരോ അർഭക കുമാരി ശരകൃത് സർപ്പ ഊർണനാഭി സുപേശകൃത്. ഈ 2 ശ്ലോകത്തിൽ 24 ഗുരുക്കന്മാരെ പറഞ്ഞു. ഏകാദശ സ്കന്ധത്തിൽ
പറഞ്ഞ ഏകാദശി സ്കന്ധത്തിലെ 7-ാം അധ്യായം മുതൽക്കുള്ള 3 അധ്യായത്തിൽ വിശദമായി 24 ഗുരുക്കന്മാരെ പറ്റി സൂചിപ്പിക്കുന്നു. ആരൊക്കെയാണതെന്നല്ലേ? പഞ്ചഭൂതങ്ങൾ, അതാണ് ആദ്യം പറഞ്ഞത്. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ. ഇനി പറയുന്നത് ചന്ദ്രൻ, സൂര്യൻ, കപോത പക്ഷി, അജഗരം അല്ലെങ്കിൽ പെരുമ്പാമ്പ്, അജഗരം, സമുദ്രം, ശലഭം അഥവാ പാറ്റ, വണ്ട്, ആന, പിന്നെ തേനെടുക്കുന്നവൻ, തേനീച്ചയല്ല, തേൻ എടുക്കുന്നയാൾ, തേനെടുക്കുന്നവൻ, മാന്, മത്സ്യം, പിംഗല എന്ന സ്ത്രീ, കുരരപ്പക്ഷി, പിന്നെ കുട്ടി, കന്യക, ശരമുണ്ടാക്കുന്നവൻ, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ എന്നിങ്ങനെ 24 ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവരുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച എനിക്ക് ഓരോരുത്തരിൽ നിന്നും ഓരോ പാഠം ഉൾക്കൊള്ളാൻ സാധിച്ചതിനാൽ ഓരോ പാഠവും എന്നിൽ ചെലുത്തിയ സംസ്കൃതി, എന്നിലുണ്ടാക്കിയ സംസ്കാര സവിശേഷതയാൽ സർവ്വതിനെയും ഒന്നായി കണ്ട് ഏകഭാവേന ഒന്നിലും ഉച്ചനീചത്വം കാണാതെ എനിക്ക് മുക്തസംഗനായി ജീവിക്കാൻ സാധിക്കുന്നു. മുക്തസംഗതി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ പറയും സത്സംഗത്വേ നിസ്സംഗത്വം, അല്ലേ? സത്സംഗം കൊണ്ട് നമുക്ക് നിസ്സംഗം വരും, സംഘമില്ലാത്ത അവസ്ഥ വരും. പക്ഷേ ഈ സത്സംഗം നമ്മൾ എത്ര കഴിഞ്ഞിരിക്കുന്നല്ലേ? ഇവിടെ 10ാമത്തെ ഭാഗവത സത്രമാണ് നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെയെല്ലാം സപ്താഹം തുടങ്ങി സത്സംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടും ഉണ്ട്. എന്നിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ കാലിലും കൈകളിലും ഉള്ള ഈ ചങ്ങലക്കെട്ടുകൾക്കൊന്നും വലിയ മാറ്റം വരാതിരിക്കുകയാണ്. കാരണം ഗംഗയിൽ മുങ്ങുമ്പം പാവങ്ങൾ വൃക്ഷത്തിൽ കയറി കൂടുവത്രേ. കുളിച്ച് കയറി വരുമ്പോ അതും കൂടി നമ്മുടെ ശിരസിൽ കയറി സവാരി ചെയ്യുമെന്ന് കേൾക്കുന്നു. ആ കഥയുടെ പൊരുളെന്തെന്ന് നമുക്കറിയാലോ. നമ്മൾ ഓരോന്ന് ഉദ്ദേശിച്ച് സദ്ബുദ്ധിയോടെ തന്നെയാണ്, നമ്മൾ ആരും ദുർബുദ്ധികളൊന്നും അല്ല. ചിലപ്പോൾ അങ്ങനെ ആയി പോകുന്നതാ. അതിന് നമുക്ക് എന്ത് ചെയ്യാനാണ്? അപ്പോൾ എങ്കിലും സദ്ബുദ്ധിയോടെ നമ്മൾ ചെയ്യും. പക്ഷേ വാസനാമസൃണമായ ജീവിതത്തിനിടയിൽ നമ്മളെ കൊണ്ട് അതൊന്നും ആകുന്നില്ല എന്നുള്ളതാണ് കാര്യം, അല്ലേ? പെരും പുഴ ഒഴുകി നിറഞ്ഞു പോയപ്പോ മലവെള്ള പാച്ചിലിനിടയിൽ കൂടി ഒരു കമ്പിളിക്കെട്ട് ഒഴുകുന്നത് കണ്ടിട്ട് കൂട്ടുകാർ 2 പേർ സഞ്ചരിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഈ തണുപ്പ് മാറ്റാൻ ഇപ്പൊ ഈ കമ്പിളിക്കെട്ടിങ് എടുക്കാം. പുഴവെള്ളത്തിലേക്ക് എടുത്തു ചാടി കമ്പിളിക്കെട്ടി കയറി പിടിച്ചു. രണ്ടും കൂടി മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത് കണ്ട് കരയിൽ അന്തം വിട്ട് നിന്ന ശിശു കൂട്ടുകാരൻ പറഞ്ഞു, വിട്ടേരെ വിട്ടേരെ, നീ ഇങ്ങ് കയറി പോരേന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ കിടന്ന് പറഞ്ഞു, എന്തെന്നോ, ഞാൻ വിട്ടു, പക്ഷേ എന്നെ വിടുന്നില്ല. എന്തെന്നറിയാമോ? അത് കമ്പിളിക്കെട്ടല്ല, മലവെള്ളപ്പാച്ചിലിൽ കൂടി ഒഴുകി വന്ന ഒരു കരടിയാണ്. അതിനെയാണ് പിടിച്ചത്. അത് കിട്ടിയ അവസരം കൊണ്ട് ഇവനെ പിടിക്കുകയാണ് രക്ഷപ്പെടാൻ. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതുപോലെയാണ്. സംസാരമാകുന്ന സാഗരത്തിൽ അംശാന്തം മുങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിട്ടാലും നമ്മളെ വിടാതെ നമ്മുടെ വാസനാ കരടിക്കുട്ടികള് നമ്മുടെ കൈയും കാലും ഒക്കെ ബന്ധിച്ചെങ്ങനെ ഇട്ടിരിക്കുന്നതിനാൽ നമുക്ക് മുങ്ങുകയല്ലാതെ ശക്തി സംഭരിച്ചു പൊങ്ങുന്നെങ്കിലും ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നതാണ് പലപ്പോഴും. എങ്കിലും നമുക്കറിയാം, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ സംസാര വിരൂഢമായ വേരോടുകൂടിയ സംസാര വൃക്ഷത്തെ നമുക്ക് അസംഗശസ്ത്രം കൊണ്ട് ക്രമേണ ക്രമേണ ഛേദിച്ചെടുക്കാം. രാഗിക്കൊണ്ടേയിരിക്കുക, അരം കൊണ്ട് രാഗിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആ ഇരുമ്പ് ദണ്ണിന്റെ കനം എത്ര പൊമ്പിച്ചതായാലും കുറെ അധികം നാൾ കഴിയുമ്പോൾ ഇരുമ്പ് രാക്കിൻ പൊടി വീണ് 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 മാറി 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 ഒരിക്കൽ നമുക്കിതിനെ കഷ്ണമാക്കി മാറ്റാൻ സാധിക്കും തീർച്ച. പക്ഷേ പകുതി വഴിയിലോ അല്പം തുടങ്ങിയിട്ടോ നിർത്തിപ്പോന്നാൽ നടപ്പില്ലല്ലോ. അതുകൊണ്ട് ഈ കരുവാന്റെ പണി നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കാം. പൃഥ്വീ വായുരാകാശം മാപോ അഗ്നിശ്ചന്ദ്രമാ രവി കപോതോ അജഗര സിന്ധു പതംഗോ മധുകൃദ്ഗജ മധുഹാരിണോ മീന പിംഗലോ കുരരോ അർഭക കുമാരീ ശരഗത് സർപ്പ ഊർണനാഭി സുവേശകൃത്. ചിലതെല്ലാം നമുക്കിതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിത. ചതുർവിംശതി, വിംശതി എന്നാൽ 20, ചതു 4, ചതുർവിംശതി 24. 24 ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. എല്ലാ ഗുരുക്കളെയും പ്രത്യേകിച്ച് ആശ്രയിക്കണ്ട, ഓരൊറ്റ ഗുരുവിനെ ആശ്രയിച്ചാൽ മതി. എല്ലാ ആ ഗുരുവിൽ സമർപ്പിതമായി ആശയം കണ്ടാൽ മതി. ഇവിടെ പറയുന്ന ആശയം വേറെ, പലതിൽ നിന്ന് പല തത്വങ്ങൾ ഞാൻ പഠിച്ചു എന്ന് മാത്രം. ശിക്ഷാവൃത്തിരേദേശാം അന്വശിക്ഷം ഇഹാത്മന. ഞാൻ
ഈ ഗുരുക്കന്മാരിൽ നിന്ന് വൃത്തിഭി, ആ ഗുരുക്കന്മാരുടെ പ്രവൃത്തിയിൽ നിന്ന് ഏതേഷാം ഗുരുണാം, ഈ ഗുരുക്കന്മാരുടെ പ്രവൃത്തിയിൽ നിന്ന് അനുശിക്ഷണം ചെയ്തു. ഞാൻ നന്നായി പഠിച്ചു ആ ഗുരുക്കന്മാരുടെ പ്രവൃത്തിയിൽ നിന്ന്. നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ നല്ലൊരു ബുദ്ധി വേണം. എന്തെന്നോ? നിരീക്ഷണ ബുദ്ധി. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട പൂവ് തിരിച്ചു പോകുമ്പോഴും നോക്കുക. സ്ഫുടത്തായി ദലഭംഗിയോടെ വർണ്ണഭംഗിയോടെ നിന്നത് അർക്കരശ്മികൾ ഏറ്റിട്ട് വാടി തളർന്നും കുറെ കൊഴിഞ്ഞും ബാക്കിയാണ് തിരിച്ചു പോകുമ്പം കാണുന്നത്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന അതാ. തുടുത്ത ദലത സുഗന്ധം പരത്തി അങ്ങനെ നിന്ന പൂവ് തിരിച്ചു വന്നപ്പോ ഇലകൾ കൊഴിഞ്ഞ് നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അതാ അതിന്റെ കാര്യം. നമ്മുടെ മനുഷ്യ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറെയൊക്കെ തുടുത്തും സുടതയോടും നിൽക്കുകയും സുഗന്ധം പരത്തി നിൽക്കുകയും ചെയ്യും. കുറെ കഴിയുമ്പോൾ എന്താ മാഷേ തല ഇങ്ങനെയായി പോയേ? അത്രയേ ഉള്ളൂ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഏതോ യദനുശിക്ഷാമേ യഥാവാ നൗഷാത്മജ തഥാ പുരുഷവ്യാക്ര നിബോധ കഥയാമി തേ. ഞാൻ ഈ ഗുരുന്മാരെ പറ്റി നിനക്ക് നന്നായി പറഞ്ഞു തരാം, നിന്റെ മനസ്സ് കൂടുതൽ ശ്രേഷ്ഠമാക്കി വയ്ക്കാൻ. ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യത്തെ ഗുരു ഭൂമിയാകുന്നു. കുറച്ച് ശ്രദ്ധിച്ചു നോക്കാം. അതിൽ പറയുന്നു, ഭൂതൈരാക്രമ്യമാണോപി ധീരോ ദൈവവശാനുഗൈ തദ്വിദ്വാൻ ന ചലേൻ മാർഗാത് അന്വശിക്ഷം ക്ഷിതേർവ്രത. ഞാൻ ഈ ഭൂമി എന്ന് പറയുന്ന ഗുരുവിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് പറയാം. നമ്മൾ ഒരു ചൊല്ല് സാധാരണ കേൾക്കാറില്ലേ? മലകൾ ഇളകിലും മഹാജനാന മനം ഇളക. മലകൾ ഇളകിയാലും മഹാജനങ്ങളുടെ മനസ്സ് ഇളകുകയില്ല. അതുപോലെ ക്ലിപ്തസഞ്ചാരിണിയായ ഭൂമിയുടെ ശ്രേഷ്ഠവൃത്തികൾക്ക് ഒരു ചലനവും ഒരിക്കലും വരുന്നില്ല. അതിനെ ആളുകൾ എത്രയെല്ലാം നിപീഡനം ചെയ്തിട്ടും വെട്ടുന്നു, കിളയ്ക്കുന്നു, ചാല് കീറുന്നു, വെള്ളം കൊണ്ട് മുക്കുന്നു, ഇല്ലാതാക്കുന്നു, വരൾച്ചയിൽപ്പെടുത്തുന്നു, മഞ്ഞുകാലം കൊണ്ട് അതിനെ കുളിർപ്പിക്കുന്നു, വർഷം കൊണ്ട് തളിർപ്പിക്കുന്നു, വേനൽ കൊണ്ട് നശിപ്പിക്കുന്നു. ആളുകളെന്നല്ല, പ്രകൃതിയൊക്കെ ഒരു മാറ്റവുമില്ലാതെ, ഒരു ക്ഷോഭവും കൂടാതെ, ഒരു ഇളക്കവും കൂടാതെ പ്രശാന്ത മാനസമായി, ഒരു രൂഢമനസ്സോടെ ദൃഢവ്രതയായി ഭൂമി അക്ഷോഭ്യയായിരിക്കുന്നു. ഇത് ഞാൻ പഠിച്ചു. ഏത് കലക്കത്തിലും ഏത് സന്ദർഭത്തിലും മനസ്സിളക്കാതെ ജീവിക്കണം എന്ന മഹാപാഠം ഞാൻ ഈ ഗുരുഭൂതയായ അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന്, ഭൂമി എന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചു. ഇത് പറഞ്ഞു തരുന്നത് വ്യാസർ വളരെ വളരെ കാര്യമായിട്ടാണ്. എന്തിനെന്നറിയാമോ? നമ്മളോട് പറയുന്നത് ഇതനുസരിക്കുക. ദത്താത്രേയ മഹർഷി കണ്ടു പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തെയും കഥാസന്ദർഭത്തെയും അവതരിപ്പിച്ച് പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം, മനുഷ്യ നീ ഇത് കാണ്, ഇത് പഠിക്ക്, ഈ രംഗത്തിൽ നമുക്ക് ഇന്നതെല്ലാം നോക്കി മനസ്സിലാക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പൊ പ്രകൃതി നിരീക്ഷിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ഈ പാഠങ്ങളൊക്കെ താനേ കിട്ടും. ഇത് കലാലയത്തിൽ നിന്ന്, ഈ വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല, പ്രകൃതി പാഠത്തിലൂടെ ലഭിക്കുന്നതാണ്. ശശ്വത് പരാർത്ഥ സർവേഹ പരാർത്ഥേക ഏകാന്ത സംഭവ സാധു ശിക്ഷേത ഭൂവൃത്തോ നഗശിഷ്യ പരാത്മതാം. ഈ ഭൂമിയിൽ മറ്റൊരു പാഠം കൂടി ഞാൻ ഉൾക്കൊണ്ടത് അവിടുത്തെ വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും നോക്കിയിട്ടാണ്. വൃക്ഷങ്ങളുണ്ട്, അങ്ങനെയാണ്, വൃക്ഷങ്ങൾ പൂത്തും കാച്ചും നിൽക്കുന്നു. അവയ്ക്ക് വേണ്ടിയല്ലല്ലോ, അല്ലേ? നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പൂക്കൾ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് നിറച്ചു പൂത്തുകൊണ്ട് സമ്പുഷ്ടമായ മധുരഫലങ്ങൾ അണിഞ്ഞുകൊണ്ട് വൃക്ഷങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. വരുവിൻ വരുവിൻ, നിങ്ങൾ എൻ്റെ പുഷ്പങ്ങൾ പറിച്ചെടുത്ത് സന്തോഷിച്ചു കൊള്ളുവിൻ, ഈ ഫലങ്ങൾ ഭുജിച്ച് നിങ്ങൾ തൃപ്തരായിക്കൊള്ളുവിൻ. ഇത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? പര ഉപകാരാർത്ഥമിതം ശരീരം എന്നുള്ള തത്വമാകുന്നു ആ വൃക്ഷങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നത്. തന്റെ ജീവിതം കൊണ്ട് അതാണ്, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, വെട്ടുന്നവന്നം തരു ചൂടകറ്റും, അല്ലെ? അതിന്റെ തുടക്കം, ഇറുപ്പവന്നം മലർഗന്ധമേകം വെട്ടുന്നവന്നം തരു ചൂടകറ്റും ഹനിപ്പവന്നം കിളി പാട്ടുപാടും പരോപകാര പ്രണവം പ്രപഞ്ചം. കലയല്ലേ? വെട്ടിമുറിക്കാൻ മഴവും കൊണ്ട് വന്ന് അതിന്റെ തണലത്തിരുന്ന് ക്ഷീണം മാറ്റിയിട്ടാണ് വൃക്ഷത്തെ മുറിച്ച് കളയുന്നത്. ഇവൻ എന്നെ വെട്ടാൻ വരികയാണെന്നും പറഞ്ഞ് തണൽ കൊടുക്കാതിരിക്കുമോ മരം? വെട്ടുന്നവനും തരിച്ചൂടകറ്റും, ഇറുപ്പവനും മലർഗന്ധമേകും. അതിന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് പൂവെറുത്തെടുത്ത്. എന്നാലും ആ പുഷ്പം ഗന്ധം അവനും നൽകുന്നതാണ്. ഹനിപ്പവനും കിളി പാട്ടുപാടും. വെടിവെച്ച് കൊല്ലാൻ പോകുന്നവന് വേണ്ടിയും മധുരമധുരമായ ഗാനം കിളി ഉതിർത്തു കൊടുക്കും.
പരോപകാര പ്രവണം പ്രപഞ്ചം. ഉള്ളൂർ എന്ന മഹാകവി എഴുതിയിരിക്കുന്ന കവിതയാണ്. സുഖം സുഖം എന്ന കവിത വായിച്ചു നോക്കുക. തരങ്കിണി എന്ന സമാഹാരത്തിലുണ്ട്. കവിത നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ വൃക്ഷങ്ങളിൽ നിന്നും ഈ പർവ്വതേശ്വരനിൽ നിന്നും ഒക്കെ ഓരോ പാഠം ഈ വൃക്ഷവും പർവ്വതവും ഒക്കെ ഉൾക്കൊണ്ട ഭൂമിയിൽ നിന്ന് ഇളകാതിരിക്കാനും അക്ഷീണ മനസ്സായിരിക്കുവാനും പരോപകാരപ്രദമായി ജീവിക്കുവാനും ഞാൻ പഠിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഗുരു വായുവാണ്. പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർനൈവ ഇന്ദ്രിയപ്രിയൈ ജ്ഞാനം യഥാ ന നശ്യേത നാവകീര്യതേ വാങ്മന. എന്താണ് കാര്യമെന്നല്ലേ? പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർനൈവ ഇന്ദ്രിയപ്രിയൈ. മുനിമാർ പ്രാണവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കും. അവർ പ്രാണവൃത്തി കൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപരസ ഗന്ധ ശബ്ദാദി കാര്യങ്ങളിലൊന്നും മുഴുകാതെ പ്രാണശ്വസനം കൊണ്ട് മാത്രം തന്നെ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ ജനങ്ങൾ എല്ലാ പ്രാണികളിലെയും ഉള്ളിൽ വസിക്കുന്ന വായുവിനെ കണ്ടിട്ട് പഠിച്ചു. എന്താണ്? മറ്റ് ഇന്ദ്രിയാർത്ഥങ്ങളിൽ ഭ്രമിക്കാതെ കിട്ടുന്നതെന്തോ അത് കയ്യിൽ വെച്ച് അത് ജീവിക്കാനൊട്ടും മടിക്കാത്ത തത്വം. ഇതാണ് പ്രധാനമായും വായുവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ജീവമാത്രമായി നിലനിർത്താൻ എങ്ങനെ ചലിക്കാതെ, മനസ്സൊട്ടും ചലിക്കാതെ, ജ്ഞാനം നശിക്കാതെ ഇരിക്കുന്ന വിധം ദേഹത്തെ നിലനിർത്താൻ ആവശ്യം വേണ്ടുന്നത് മാത്രം. അതാണ് നമ്മൾ മുനിമാരെ പറ്റി പറയുമ്പോൾ എന്താണ്? കരതല ഭാജന, ഉദരഭാജന, രണ്ട് വിശേഷണം. കരതലം ഉദരം എന്ന് രണ്ട് ഭാജനങ്ങളെ സന്യാസിമാർക്കുള്ളൂ. കയ്യിൽ വാങ്ങുക, ഉള്ളിൽ കൊടുക്കുക, രണ്ടും തീർന്നു. വയറ് അതിൽ അല്ലാതെ കയ്യിൽ വാങ്ങി അല്ലേ ഉഞ്ചവൃത്തിക്കൊക്കെ പോകുന്ന ആളുകൾ 2-3 വീടുകളിൽ മാത്രം പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിനെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളെപ്പോലെ സംഭരിക്കാനോ നാളത്തേക്ക് പണം കൂട്ടി വെക്കാനോ ഇത് സ്വത്ത് നിക്ഷേപിക്കുവാനോ ധനം നിക്ഷേപിക്കുവാനോ ഷെയർ മാർക്കറ്റിൽ ചെല്ലാൻ ഇതൊന്നുമില്ല. അതത് ഉപജീവനാർത്ഥം മാത്രം കഴിയുക. എന്ത് സുഖമാണ്! വളരെ പ്രസന്നാത്മാവായിരിക്കാൻ പറ്റുന്നതാണ്. ആർക്കും ഇത് കൊടുത്തില്ല, വാങ്ങിയില്ല, ധനം സമ്പാദിച്ചത് ഒന്നും ഞാൻ വേണ്ട പോലെ വിനിയോഗിച്ചില്ല എന്നിങ്ങനെ വിഷമം ഒന്നുമില്ല അല്ലേ? കോണിക്കൽ വന്ന നിലം തന്നെ ഞാൻ വാങ്ങിയില്ലല്ലോ എന്ന് വിഷമിച്ച ഗൃഹസ്ഥനെ പോലെ വിഷമിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർനൈവ ഇന്ദ്രിയപ്രിയ. ഇന്ദ്രിയപ്രിയനല്ലാതെ പ്രാണശ്വസനം കൊണ്ട് മാത്രം സന്തുഷ്യനായിരിക്കുന്നു. ജ്ഞാനം യഥാ നശ്യേത ന അവകീര്യതേ വാങ്മനഃ. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ്? പ്രാണവൃത്തി കൊണ്ട് തന്നെ അദ്ദേഹം ഇരിക്കുന്നു. വാക്ക് മനസ്സ് എന്നിവ ന അവകീര്യതേ. വാക്ക് മനസ്സ് മുതലായവ ഒന്നും തന്നെ ചലിതമാകാതിരിക്കാൻ അദ്ദേഹത്തിന് ദൃഢമാനസനായി പ്രവർത്തിക്കാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള കാര്യം വായുവിൽ നിന്ന് ഞാൻ പഠിച്ചു. വേറൊന്നുകൂടിയുള്ളത്, എല്ലാ ദിക്കിലും ശുദ്ധമായും അശുദ്ധമായുള്ള സർവ്വതിനെയും സ്പർശിച്ചുകൊണ്ട് വീശിപ്പോകുന്നതാണ് ഈ വായു. വായു ഗന്ധവാഹൻ എന്നൊരു പര്യായം കൂടി അതിനുണ്ട്. എല്ലാ ഗന്ധങ്ങളെയും വഹിക്കും. നമ്മൾ പറയോ എവിടെ എന്തോ ചത്തു നാറുന്നു, കാറ്റടിച്ചപ്പോ ഗന്ധം. പക്ഷെ വായുവിന് ഇത് സ്പർശിതമായി ലിപ്തമായി തീരുന്നില്ല. അതിൽ കാറ്റു കലർന്നു പോയി, വായു അതിനെ സ്വീകരിക്കുന്നില്ല. സുഗന്ധത്തിലും ദുർഗന്ധത്തിലും ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. വായുവിന് ഒരു മാറ്റവും ഇല്ല. നമ്മളോ? നമുക്ക് ഈ രണ്ടിലും 2 തരം ഭേദമാണ്. സുഖത്തിൽ വളരെയധികം മോദിക്കുന്നു, ദുഃഖത്തിൽ ഏറെയേറെ ഖേദിക്കുന്നു. ഈ അവസ്ഥ വരരുത് എന്ന് ഏകമനസ്സില് ശുഭ അശുഭങ്ങളിലൊക്കെ ഏകമനസ്സായിരിക്കുവാൻ ഞാൻ വായുവിൽ നിന്ന് പഠിച്ചു എന്ന് പറയുകയാണ്. വിഷയേഷു അവിശൻയോഗി നാനാധർമ്മേഷു സൗഹൃദ ഗുണദോഷ വ്യപേതാത്മാ ന വിഷജ്ജേത് വായുവത്. വിഷജ്ജേത വിസജ്ജേത വിശേഷേണ ന സജ്ജേത. അതാണ് ന വിഷജ്ജേത വിശേഷേണ ന സജ്ജേത എന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായി ഒട്ടിപ്പോകുന്നില്ല. നമ്മളിങ്ങനെ പശ തേച്ച് ചുവരിലൊട്ടിച്ച കടലാസ് പോലെയാണ്. പശ തേച്ച് ചുവരിലൊട്ടിച്ച കടലാസ് ഉണങ്ങിപ്പോയാൽ പിന്നെ പറിച്ചെടുക്കാൻ നമുക്ക് അറിഞ്ഞൂടെ? പറിച്ചെടുത്ത ഒട്ടൊട്ട് കയ്യിൽ വരും, ഒട്ടൊക്കെ ഒട്ടിയിരിക്കും എന്ന അവസ്ഥ പോലെ നമ്മൾ ഈ ലൗകികത്തിൽ മുഴുകിയിട്ട് കാര്യങ്ങൾ കുറെ കൂടുതൽ മനസ്സിലാക്കി, എന്നാൽ അതിൽ നിന്ന് വേർപെടാനാകാതെ മനസ്സ് ഒട്ടങ്ങും ഒട്ടിങ്ങും ഒക്കെയായി കഴിയുന്ന കൂട്ടരാണ്.
ഭാഗവത സത്രം വരുമ്പോൾ ഭാഗവതീയമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, നിത്യപാരായണത്തിനും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിലെ സത്യങ്ങളൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. നല്ലതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഉണ്ടോ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ മറ്റേ കരടി പിടുത്തം നടത്തിയവനെ പോലെ പറയാണ്, വിടുന്നില്ലെന്നേ എന്ന് പറയാൻ ഒരു പിടി എവിടെയോ കിടക്കുകയാണ് എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രഭോ എനിക്കൊന്നും ആകുന്നില്ലേ? അവിടെ നമുക്കൊരു ഗജേന്ദ്ര മോക്ഷം ആവശ്യമായി വരും. നമ്മൾ കേൾക്കുന്നില്ലേ, ഇന്ദ്രദ്യുമ്നൻ അങ്ങനെ ഗജേന്ദ്രനായി സഞ്ചരിച്ച അവസരത്തില് ഭഗവാന് എന്താണ്, പിൻകാലിന്മേൽ കടിച്ച മുതല കടിവിടാഞ്ഞ 1000 ആണ്ടുഴന്നാൻ. ആ 1000 ആണ്ടുഴലിൽ മുമ്പ് എന്താണ് അവസ്ഥ? 4 നടയും വെച്ചെങ്ങനെ തലയും കുലുക്കി ചെവിയുമാട്ടി പോകുന്ന പോക്ക് കണ്ടാല് ഈ ആനയും പിടികളും കുട്ടികളും ഒക്കെയും കൂടി നടന്നപ്പോ ആനയെപ്പറ്റി ആനയ്ക്ക് തന്നെ ഉണ്ടായ മോഹം എന്താണ്? അമ്പട ഞാനേ എന്നാണ്. ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന ആനയെ പേരിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നാട്ടിലും നമ്മൾ തന്നെ നോക്കിയാലും നമ്മളും ഒക്കെ ഓരോ കുട്ടിയാനകളെങ്കിലും ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ സംസാരമാകുന്ന സാഗരത്തിൽ അതിന്റെ ചേറിൽ കൂടുതൽ കൂടുതൽ പൂഴ്ന്നു പോകുമ്പോഴും തന്റെ അഹം നശിക്കാതിരിക്കുകയാകുന്നു. അവസാനം പിടികളും കുട്ടികളും ഒക്കെ വിട്ടുപോയി. കരയ്ക്ക് കയറ്റുവാൻ നല്ലവണ്ണം ശ്രമിച്ചു. നമ്മൾ പറയുന്നത് ആനക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റുവാൻ ആനയല്ലാതെ കണ്ടേകനുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനക്കുഴിയിൽ നിന്ന് ആന തന്നെ പിടിച്ചു കയറ്റുമെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാരും വിട്ടേച്ചു പോയി. നക്രത്തിന്റെ പിടിയോ ബലബലവത്തായി വരികയും ചെയ്യുന്നു. പ്രാണരക്തം ചോർന്നു പോവുകയുമായി. രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതായി. അവസാനം ഇനി ഒരു മാർഗമേ ഉള്ളൂ എന്നായി. തന്റെ തുമ്പി മാത്രം ചലിക്കുന്നു, മറ്റെല്ലാം പരിക്ഷീണമായി. ആ തുമ്പി കൊണ്ട് അതിനെത്താവുന്ന സ്ഥലത്ത് നിന്ന് ആ പുഷ്പങ്ങൾ പറിച്ച് സർവേശ്വര കൃഷ്ണ, അവിടുന്നല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ലേ എന്ന ഭാവത്തിൽ അർത്ഥിച്ചപ്പോ നക്രം ചക്രേണ കൊന്ന് അക്കരിവരനഥ സായുജ്യമേ ഈ മുകുന്ദൻ. അതല്ലേ അവസ്ഥ. അങ്ങനെ നമ്മിലെ അഹം എപ്പോഴാണോ നശിക്കുന്നത് അപ്പോഴാണ് മാനസ പുഷ്പാർച്ചനം നമുക്ക് സാധിക്കുന്നത്. മാനസ പുഷ്പാർച്ചനം സാധിക്കുന്നത് ആർക്കാണ്? സർവ്വതിനെയും സമമായി കണ്ട് സർവ്വതിലും ഈശ്വരനുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് എവിടെയും ആവാം, അർച്ചിക്കാം. അല്ലേ? ആ കിരാതം നമ്മൾ അറിയുന്നില്ലേ? കഥകളി കാണുമ്പോഴോ അല്ലാതെയോ ഒക്കെ എന്താണ്, അർജുനൻ തപസ് ചെയ്ത് പാശുപതാസ്ത്രം നേടാനായി ഘോര തപസ് അനുഷ്ഠിച്ചപ്പോൾ കിരാതമൂർത്തിയുമായി യുദ്ധം ചെയ്ത് തല്ലും ചവിട്ടും കൊണ്ടങ്ങ് എല്ലും പൊടിഞ്ഞ് മതമെല്ലാം ശമിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥന അവസാനം പറഞ്ഞ എന്താണ്? അല്ലയോ ഭഗവാനെ, അവിടുത്തെ ധ്യാനിക്കാൻ വന്ന എനിക്ക് ഈ കാട്ടാളന്റെ തല്ലും ചവിട്ടും കൊണ്ട് ചാകാനാണല്ലോ ഇതാ അവസ്ഥ വന്നിരിക്കുന്നത്. അവിടുന്ന് എന്നെ രക്ഷിക്കുന്നില്ലേ? താനും കാട്ടാളനും യുദ്ധം ചെയ്തപ്പോൾ ഇളകിയ മണ്ണിനെ കൂട്ടി ഇതാണ് ശിവലിംഗമെന്ന് സങ്കല്പിച്ച് ചുറ്റും കിടന്ന കരിയിലെടുത്ത് അർച്ചിച്ച കഥ നമ്മൾ കേൾക്കുന്നില്ലേ? ആ അർച്ചനം ശിവരൂപത്തിൽ നിന്ന് ആ മണ്ണിൽ അർപ്പിച്ചത് ശിവമൗലിയിൽ, കിരാതന്റെ മൗലിയിൽ ചെന്ന് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ട് അത്ഭുതത്തോടെ നോക്കിയില്ലേ? എന്തേ കഥ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന ഈ പാഠം പഠിക്കാൻ വായു എനിക്ക് വളരെയധികം സഹായകമായി. അതുമാത്രം ആകാശം എനിക്ക് അന്തർബഹിശ്ച സ്ഥിരസംഗേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന അവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവേത്. എനിക്ക് ഈ ആകാശമെന്ന മഹാഗുരുവിൽ നിന്ന് പഠിക്കാൻ പറ്റി. സർവ്വതിന്റെയും ആഭ്യന്തര ബാഹ്യസ്ഥിതനായിരിക്കുന്ന മഹാതത്വമാണ് ഈ ആകാശം. എല്ലാറ്റിന്റെ ഉള്ളിലുമുണ്ട്, പുറത്തുമുണ്ട്. അല്ലേ? ബാഹ്യാകാശവുമുണ്ട്, അന്തരാകാശവുമുണ്ട്. ഘടാകാശം, പടാകാശം എന്നൊക്കെ വേദാന്തികൾ പറയും, നമ്മൾ കേൾക്കുന്നില്ലേ? അങ്ങനെ ആകാശം എങ്ങും നിറഞ്ഞിരിക്കുന്നു, എല്ലാ വസ്തുക്കളുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ യാതൊരു മാറ്റവുമില്ല. എവിടെ ചെന്നാലും ഒരേ നിലയിൽ തന്നെ ഈ മഹാതത്വം ആകാശം എന്ന പോലെ എല്ലാറ്റിന്റെ ഉള്ളിലും പുറത്തും ആകാശം ഉണ്ടെങ്കിലും ഒന്നിനോടും ഒന്നും ചേർച്ചയില്ല. എല്ലാത്തിലും പറ്റിയിരിക്കുന്നു, പക്ഷെ ഒന്നിനോടും പ്രത്യേക ചേർച്ചയൊന്നും ഇല്ല. ഇതാ മഹാഗുരുക്കന്മാരുടെ ലക്ഷണം. അവരുടെ അടുക്കൽ ചെന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് വാത്സല്യപൂർവ്വം നോക്കി നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ഗുരുദേവന് എന്നോടൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്, മറ്റാരെക്കാളും എന്നോട് പ്രത്യേക വാത്സല്യമാണ് ഉള്ളത്. പക്ഷെ എല്ലാ ശിഷ്യരോടും ചോദിച്ചോളൂ, അവരിത് തന്നെ പറയും. കാരണം ഗുരുദേവന് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. കാരണം അവർക്ക് ഈ വൃക്ഷങ്ങൾ പൂക്കൾ ചൊരിയുന്ന പോലെ, ഫലങ്ങൾ നൽകുന്നത് പോലെ, വായുഗന്ധം വീശുന്നത് പോലെ, വെള്ളം കുളിർപ്പിക്കുന്നത് പോലെ, മഞ്ഞിന് തണുപ്പുള്ളത് പോലെ, അഗ്നിക്ക് ചൂടുള്ളത് പോലെ ശിഷ്യവാത്സല്യമേ ഗുരുക്കന്മാർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ.
ആയതിനാൽ ഈ ഗുരുക്കന്മാരിൽ ഈ ആകാശമെന്ന ഗുരുവിൽ നിന്ന് ബാഹ്യവും ആഭ്യന്തരവുമായി സർവ്വതിലും ലിപ്തമെന്ന് പുറമെ കാണപ്പെട്ടിട്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്നിലും ലേപിതമാകാതെ കാണപ്പെട്ട ഈ ഗുരുവിൽ നിന്ന് ഞാൻ അറിയുന്നു, എന്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഏതേതൊക്കെ ചേർച്ചകളിലായാലും ചേർച്ച ആവാതെ അങ്ങനെ നിർവിണ്ണ മാനസനായി എന്ന് വേദാന്തികൾ പറയും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നിനോടും ഒട്ടാത്ത മനസ്സായി കഴിയുവാൻ എനിക്ക് ആകാശം എന്നെ പഠിപ്പിച്ചു. മറ്റൊന്ന് ജലം എന്ന ഗുരുവാണ്. ഇത് ഒരുപാട് വിശദീകരിക്കാനുണ്ടെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞല്ലോ, അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇതൊന്ന് വായിക്കാൻ ഒരു മാർഗരേഖ പോലെ ഞാൻ പറയുന്നേ ഉള്ളൂ. സ്വച്ഛ പ്രകൃതി സ്നിഗ്ധ മാധുര്യസ്തീർദ്ധഭൂർനൃണാം മുനി പുനതി അപാം മിത്രാം ഈക്ഷോപസ്പർശ കീർത്തനൈ. ഞാൻ ജലത്തിൽ നിന്ന് പഠിച്ചത് എന്തെന്ന് പറയാം. സ്വച്ഛതാദികളായ ഗുണങ്ങൾ കൊണ്ട് ജലം ലോകത്തെ പരിശുദ്ധമാക്കുന്നു. അതുപോലെ നിർമ്മലമായിരിക്കുന്നവന് ലോകത്തെ പരിശുദ്ധമാക്കാൻ കഴിയും. ഒരു സാറ് നേരത്തെ പ്രഭാഷണം ചെയ്തവൻ പറഞ്ഞില്ലേ, ഒരു നല്ല ഭക്തൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടിന്റെ മുഴുവൻ പുണ്യമാണത്. ഇത്രയും പേര് ഒരുമിച്ച് ഇവിടെ ഭക്തരായ ആളുകൾ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വർദ്ധിച്ച ആനന്ദമായി. നാടിന്റെ ഭാഗ്യം പറയേണ്ടതില്ല. ഇതിനാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ കുംഭമേളയൊക്കെ നടത്തുന്നത്. മഹാസത്വന്മാരായ ശ്രേഷ്ഠമാനസന്മാരായ യതീന്ദ്രന്മാരെ ഒരിടത്ത് വരുത്തി അവരുടെ പുണ്യപാദ സ്പർശം കൊണ്ട് ആ നാടിന് പവിത്രത ഉണ്ടാക്കുക എന്നാണ്. പക്ഷെ അവിടെ വന്നിട്ടും തമ്മിൽ ചവിട്ടും ബഹളം വയ്പും ആക്രോശവും ഒക്കെ നടത്തിയപ്പോ ആ പുണ്യമൊക്കെ പാപ പങ്കിലമായി പോകുന്നില്ലേ എന്നൊരു സംശയം. ഒക്കെ എല്ലായിടത്തും ഇപ്പോ ആളുകൾക്ക് സഹിക്കാൻ വയ്യ. ഋഷീശ്വരന്മാർക്ക് പോലും ക്ഷമയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. കലിയുടെ വൈഭവമാണ് അത്. അതിന്റെ മുച്ചൂടും ഉയർന്ന നിലയിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ കലി കാല ഔഷധമായ ഭാഗവത രസായനം, പിബത ഭാഗവതം രസായനം എന്നല്ലേ ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭാഗവത രസായനം നം പിബത പിബത, കുടിച്ചാലും കുടിച്ചാലും എന്നാണ്. ഇത്ര വിശിഷ്ടമായൊരു ഭേഷജം ഈ ലോകവിഷക്കായിരിക്കുന്ന വ്യാസഭഗവാൻ കൃഷ്ണന്റെ വാക്കിലൂടെ നമുക്ക് തന്നിരിക്കുമ്പോൾ ആ കഷായം കോരി കുടിക്കാതെ നമ്മൾ എന്തിനാണ് ഈ ഭവരോഗം ഇങ്ങനെ കൊണ്ടു ചുമക്കുന്നത്? എനിക്കൊന്നിനും വയ്യന്റെ കൃഷ്ണ എന്ന് പറയാതെ എനിക്കെല്ലാം ആവും എന്റെ കൃഷ്ണ എന്ന് പറയാൻ നമുക്ക് തോന്നുമാറാകണം. വയ്യാന്ന് എന്തിനു ഭഗവാനോട് പറയണം? ഭഗവാന്റെ വൃത്തികളിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞ എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവഭാവൈഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കരുത്, ഒരു വിധത്തിലും ദുഃഖിക്കരുത്. മാ ശുച എന്നൊരു പാഠമാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ചില്ലിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന 4 വരിയാണ്. വീട്ടിൽ വേണ്ട, മനസ്സിലാവാമല്ലോ. അവിടെ ചില്ലിടാൻ എളുപ്പമല്ലേ. നമ്മുടെ നിത്യ പൂജയിൽ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒന്നാണ് ദുഃഖിക്കരുത്. കാരണം ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നാൽ ദുഃഖത്തിന് അവകാശമില്ല. കാരണം ആനന്ദിക മൂർത്തിയാണ് ശ്രീ ഭഗവാൻ. അവിടെ ദുഃഖം കൊണ്ട് നമ്മൾ അവലാതിപ്പെടൽ പാടില്ലാത്തതാകുന്നു. ഇപ്പൊ പറയാണ്, സ്വച്ഛ പ്രകൃതി സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭൂർ നൃണാം മുനി പുനാതി അപാം മിത്രം ഈക്ഷ ഉപസ്പർശ കീർത്തനേ. ജലം എപ്രകാരം ആളുകളെ പരിശുദ്ധമാക്കുന്നുവോ, എങ്ങനെ? കണ്ടിട്ട്, സ്പർശിച്ചിട്ട്, സ്തുതിച്ചിട്ട്, കീർത്തിച്ചിട്ട് എന്നർത്ഥം. അത് എങ്ങനെയൊക്കെയാണ്? ഈക്ഷ ഉപസ്പർശനം, സ്പർശിക്കുക, കാണുക, കീർത്തിക്കുക എന്നിവ കൊണ്ട് സത്പുരുഷന്മാർ ഇതുപോലെ ആളുകളെ പുനാതി പരിശുദ്ധി ഉണ്ടാക്കുന്നു. ആര് പറയുന്നു എന്ന് നോക്കണ്ട, എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ മതി. ഇല്ലേ? ആരെങ്ങനെയുള്ള ആളോ ആകട്ടെ, അയാളുടെ പൂർവ്വചരിത്രം ഒന്നും നമ്മൾ അന്വേഷിക്കാൻ പോണ്ട. ചില ആളുകൾ പറയാൻ വരുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ പറയാറുള്ള പിന്നെ ഇവൻ കുറെ പറയും, അയാളെ പറ്റി നമ്മൾ നോക്കണ്ട. പിന്നെ പറയുന്നത് എന്ത് എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വ്യാസർ പറഞ്ഞ് ഭഗവാന്റെ കഥകൾ ആണ് ഇവിടെ ആര് വന്നിരുന്നു പറഞ്ഞാലും പറയാനുള്ളത്. അപ്പോൾ ആ വിശിഷ്ടമായ ജ്ഞാനത്തിന്റെ കാര്യം മാത്രം. കബീർദാസിനെ പറ്റി നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പദ്യം എന്താണ്? അദ്ദേഹം പറയുന്നു, ജാതി ന പൂച്ചോ സാധുക്കി പൂച്ച് ലീജിയെ ജ്ഞാൻ. ഒരുവൻ ആരാണ്, അയാളുടെ ജാതി എന്ത്, കുലം മുതലായവയെ പറ്റി എന്തിനാണ് അന്വേഷിക്കണം? അയാളുടെ അറിവിനെ പറ്റി അന്വേഷിക്കുക. എന്തിനു നമ്മൾ അങ്ങ് പോകണം? ഇവിടെ ഉള്ളൂർ എന്ന മഹാകവി പറയുകയാണ്, ഉണ്ടോ ഗുണം കൊൾവിനതൊന്നു മാത്രം ഉൽപ്പത്തിയും വംശവും ആര് കണ്ടു ആഠ്യൻ മുതൽ കാന്ത്യജനോളമാർക്കും പെറ്റമ്മ ഭൂദേവി പിതാവ് ദൈവം. അങ്ങനെ ഭൂദേവി പെറ്റമ്മയും ദൈവം പിതാവുമായ ഈ ലോകത്ത് ആരുച്ചർ ആർ നീച്ചർ, ആരാണ് ഉച്ചന്മാരായുള്ളത്, ആരാണ് നീചന്മാരായുള്ളത്
എല്ലാവരും ഒന്ന് തന്നെയാണ്. ഭാഗവതം ഉദ്ഘോഷണം ചെയ്യുന്നതും അത്. ജലം എന്ന മഹാഗുരുവിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി, സർവ്വതിനെയും പരിശുദ്ധമാക്കി ഒന്നിൽ നിന്നും അശുദ്ധി സ്വയം വരുത്താതെ കഴിയാൻ സാധിക്കും എന്ന്. അതാണ് ആദികളായ ഗുണങ്ങൾ കൊണ്ട് ജലം ലോകത്തെ പരിശുദ്ധമാക്കുന്നു. അതുപോലെ നിർമ്മലനായവന് ലോകത്തെ പരിശുദ്ധമാക്കാൻ കഴിയുമെന്ന് ഞാൻ ജലത്തിൽ നിന്ന് പഠിച്ചു. അശുദ്ധി നീക്കാൻ സഹജമായ സാമർഥ്യമുള്ളതാണ് ജലം. അതുപോലെ ശ്രേഷ്ഠരായ മഹാത്മാക്കൾ ലോകത്തിന്റെ അശുദ്ധി നീക്കുന്നു എന്നർത്ഥം, അല്ലേ? ലോകത്ത് നന്മ വരുത്തുവാനായി ലോകപാലന്മാർ എല്ലായിടവും എന്ന് രാമായണത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അത് തന്നെയാ കാര്യം. തേജസ്വി തപസാദീപ്തോ ദുർധർഷോദരഭാജന സർവഭക്ഷോ അഭിയുക്താത്മാ നാദത്തെ മലം അഗ്നിവത്. അഗ്നിയെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. അഗ്നി എങ്ങനെയെന്നറിയാമോ? അഗ്നി അധികം പ്രകാശമുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞു. തേജസ്വിയാണ്, അധികം പ്രകാശമുള്ളതാണ്, ആർക്കും വിക്രമിക്കാൻ സാധിക്കാത്തതാണ്, അതിക്രമിക്കാൻ സാധിക്കാത്തതാണ്. അതുപോലെ ഉഷ്ണാദി ഗുണങ്ങളോടുള്ളതാണ്. എല്ലാറ്റിനെയും അത് പരിഗ്രഹിക്കുമെങ്കിലും ദഹിപ്പിക്കുമെങ്കിലും ഒന്നിൻ്റെയും സ്വഭാവം അതിലേക്ക് വരികയില്ല. അത് എല്ലാറ്റിനെയും പരിശുദ്ധമാക്കി അതിനെ സ്വാംശീകരിക്കലേ ഉള്ളൂ. അതാണ് ചെയ്യുന്നത്. അതുപോലെ എപ്പോഴും പരമേശ്വര ധ്യാനത്തോടു കൂടിയ മുനി ആത്മപ്രകാശം, തപോബലം മുതലായവ കൊണ്ട് അതിക്രമിക്കാൻ കഴിയാത്ത മാഹാത്മ്യം എന്നിവയുള്ളവനും പിന്നേക്കൊന്നും കരുതാത്തവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ദുർധർഷ ഉദരഭാജന, അയാളുടെ ശേഖരണം ഉദരത്തിൽ മാത്രം. ഒരു ചാൺവയറിന് വഴിയും തേടി, അത്രയേ ഉള്ളൂ. ആ ഒരു ചാൺവയർ എന്നുള്ളതല്ലാതെ നമ്മൾ എത്ര ചാൺവയറിന്റെ വഴി തേടലാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വിശക്കുമ്പോ അവൻ തിന്നാലും പിന്നെ എത്ര ഇത്രയല്ലേ ഉള്ളൂ എന്ന് ആളുകൾ ചോദിക്കും. നമ്മൾ അത്രേ തിന്നുന്നുള്ളോ? ഉള്ളിലേക്ക് എടുക്കുന്ന അത്രേ ഉള്ളായിരിക്കും. നമ്മുടെ പെട്ടകത്തിൽ എന്തുണ്ട്? നമ്മുടെ ബാങ്കിൽ എത്രയുണ്ട്? നമ്മുടെ മക്കളുടെ പേരിൽ എത്രയുണ്ട്? നമ്മുടെ ബന്ധുക്കളുടെ പേരിൽ എത്രയുണ്ട്? നമ്മൾ ഇനി നാളേക്ക് എത്രയൊക്കെയാണ്? ആ മഹാഭാരതം കഥയിലെ ദാശമുഖ്യനെ ഓർത്തോ? സത്യവതിയുടെ അച്ഛൻ മുക്കുവ രാജാവ്, അദ്ദേഹത്തെ എത്രമാത്രം ആഗ്രഹമാണ് അദ്ദേഹത്തെ മതിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. ശന്തനു മഹാരാജാവ് ഭാരതത്തിന്റെ സമ്രാട്ട് ചെന്ന് മകളെ പത്നിയായി സ്വീകരിക്കാൻ തയ്യാറായി നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവളിൽ ജനിക്കുന്ന പുത്രന് രാജ്യാവകാശം നൽകുന്നെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ. വിഷണ്ണമാനസനായ അദ്ദേഹം തന്റെ പുത്രനായ ഭീഷ്മരുള്ളപ്പോൾ ഇങ്ങനെ ഒരു നിബന്ധനയ്ക്ക് വശംവദനാകാൻ വയ്യാതെ പോയി. കാര്യമറിഞ്ഞ ഭീഷ്മൻ നേരത്തെ ഭീഷ്മൻ പിന്നീട് ആകുന്നുള്ളൂ, ഗംഗാദത്തൻ അവിടെ ചെന്ന് തന്റെ ചിറ്റമ്മയായി മുഖ്വകുമാരിയെ ആവശ്യപ്പെട്ടു, സത്യവതിയെ. അപ്പോൾ അയാൾ പറഞ്ഞെന്തേ? കുമാര, അവിടുത്തെ ആവശ്യം നിർവഹിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവളിൽ ജനിക്കുന്ന സന്തതി പരമ്പരകളായിരിക്കണം ആ രാജ്യം വാഴേണ്ടത്. അതിനെന്താ? ഞാനിതാ ബ്രഹ്മചര്യം സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് മക്കളുണ്ടാവില്ല, പിന്നെ എന്താ പോരെ? അങ്ങേക്ക് രാജ്യം അങ്ങയുടെ മക്കൾ തന്നെ ഭരിക്കുമെന്ന് ഉറപ്പായില്ലേ എന്ന് ചോദിച്ചു. പോരെ കുമാര, അവിടുത്തെ സന്താനങ്ങൾ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ബന്ധുത്വം പറഞ്ഞ് ഈ രാജ്യം അവകാശപ്പെടാൻ വന്നാലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും, വെറും ബ്രഹ്മചാരിയല്ല, ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ഒരു സന്താനം എനിക്കുണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ ദാശമുഖ്യൻ സന്തോഷപൂർവ്വം ഈ കുമാരനോടൊപ്പം അച്ഛന് വേണ്ടി പുത്രിയെ കൊടുത്തയച്ചു. എന്തേ സംഭവിച്ചത്? ശന്തനു മഹാരാജാവിന് അവളിൽ ജനിച്ച സത്യവതിയിൽ ജനിച്ച 2 മക്കളും, വിചിത്രവീര്യനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ചിത്രാംഗതനും മക്കളില്ലാതെ മരിച്ചു. ആരുടെ സന്തതി പരമ്പരകൾ ആ രാജ്യം വാഴണമെന്ന് ദാശമുഖ്യൻ അത്യാഗ്രഹം കൊണ്ടോ അവരുടെ സന്തതികൾക്ക് സന്താനങ്ങളില്ലാതെ പോകേണ്ടി വന്നു. മഹാഭാരതം കഥ ഒരുപാട് ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരമാണ്. അതുപോലെ കർമ്മം ഫലം എന്നതിനെ എടുത്തെടുത്ത് വെച്ച് പറയുന്ന കൃത്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതവും അങ്ങനെ. ക്വചിന്ന ക്വചിത് സ്പഷ്ട ഉപാസ്യ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. ഇങ്ങനെ ഓരോരോ വിധത്തിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഈ ചന്ദ്രൻ എന്ന ഗുരുവിൽ നിന്ന് എന്ത് പഠിക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. വിസർഗാഭ്യാം ശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മനഃ കലാന വിവചന്ദ്രസ്യ കാലേന അവ്യക്തവത്മന. എന്താണ് കാര്യമെന്നല്ലേ? ചന്ദ്രനിൽ നിന്ന് ഞാൻ അഭ്യസിച്ചത് എന്താണെന്ന് അല്ലയോ യദു മഹാരാജൻ അവിടുന്ന് കേട്ടാലും, ജനനം മുതൽ മരണം വരെയുള്ള വൃദ്ധിക്ഷയഭാവങ്ങൾ
നേരത്തെ മനസ്സിലാക്കുന്നയാൾ അക്ഷോഭ്യനായി സുഖമായി കഴിഞ്ഞുകൂടും. ചന്ദ്രന് കലകൾക്ക് ക്ഷയവും വൃദ്ധിയും ഉണ്ടാവാറുണ്ട്. കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും മാറി മാറി വരുമ്പോൾ നമ്മൾ ഇത് രണ്ടും കാണുകയാണ്. കൃഷ്ണപക്ഷത്തിൽ കലകൾ ഓരോന്നോരോന്ന് കുറഞ്ഞ് അദൃശ്യനായി തീരുന്നു അമാവാസിയിൽ. അമാവാസിക്ക് പിറ്റേന്നാൾ തൊട്ട് കലകൾ ഓരോന്ന് തെളിഞ്ഞ് പൗർണമിയായി വിടരുന്നത് നമ്മൾ കണ്ടു. കലകൾക്ക് ക്ഷയവുമുണ്ട്, വൃദ്ധിയുമുണ്ട്. പക്ഷേ ചന്ദ്രന് യാതൊരു കുറവും ഉയർച്ചയും കാണുന്നില്ല, എല്ലാം തുല്യമായിരിക്കുന്നു. അതുപോലെ ഋതുഭേദങ്ങൾ കൊണ്ടോ കാലത്തിന്റെ വ്യതിയാനം കൊണ്ടോ ഏതെങ്കിലും മാറ്റം ലോകത്തിലുണ്ടാകുന്നെങ്കിൽ ഭേദചിന്ത ഒന്നും കൂടാതെ ശ്രേഷ്ഠനായ പണ്ഡിതൻ വളരെ സന്തുഷ്ടനായി ജീവിക്കണം എന്ന് ഞാൻ ചന്ദ്രനിൽ നിന്ന് പഠിച്ചു. സൂര്യനിൽ നിന്നോ ഗുണൈർഗുണാനുപദത്തെ യഥാകാല വിമുഞ്ചതി നതേഷു യുജ്യതേ യോഗി ഗോഭിർഗോ യുവഗോപതി. സൂര്യൻ സർവ്വതിലും തന്റെ രശ്മികളെ സ്പർശിക്കുന്നതാണ്, എല്ലാറ്റിലും സ്പർശിക്കുകയാണ്. സൂര്യൻ ഉഷ്ണകാലത്ത് കിരണങ്ങൾ കൊണ്ട് സമുദ്രത്തിൽ നിന്നൊക്കെ ജലത്തെ ആകർഷിക്കുകയും വർഷകാലത്ത് അതിനെ വികർഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇവയിലൊന്നും ഒരു ഭാവഭേദവും കൂടാതെ ജലാശയങ്ങളിലൊക്കെ ഭിന്ന ഭിന്ന ആകൃതിയിൽ ആളുകൾ കാണുന്നെങ്കിലും സൂര്യൻ ഒരു മാറ്റവുമില്ല. ഓരോന്ന് എന്താണ് ദൃശ്യതേ ജലചന്ദ്രവത് എന്നൊരു ചൊല്ലുണ്ടല്ലോ. പ്രത്യേക ജലാശയങ്ങളിൽ വേറെ വേറെ രൂപത്തിൽ ചന്ദ്രൻ കാണപ്പെടുന്നത് പോലെ സൂര്യബിംബവും ഓരോരോ ജലാശയത്തിൽ വേറെ വേറെ കാണപ്പെടുന്നെങ്കിലും സാക്ഷാൽ സൂര്യന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നതുപോലെയും ഋതുഭേദങ്ങളിലൊക്കെയും പല വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഒരു ഭേദവും കൂടാതെ സൂക്ഷ്മമായ തത്വചിന്തയോടുകൂടി പണ്ഡിതൻ സൂര്യനെ പോലെ കഴിയണം എന്ന പാഠം ഞാൻ ഈ സൂര്യനിൽ നിന്ന് പഠിച്ചു. കപോതപക്ഷിയിൽ നിന്ന് പഠിച്ചത് കപോതത്തിൽ നിന്ന് പഠിച്ചു. ഇന്ദ്രിയ ലാലസനായി തീരുന്നത് കൊണ്ടുള്ള പ്രത്യേകത. ആനയിൽ നിന്ന് പഠിച്ചു മനോജ്ഞമായ ഒരു പിടിയോട് പിന്നാലെ പോയി ചെന്ന് നിലംപതിക്കേണ്ടുന്ന അവസ്ഥ അല്ലേ. ശലഭത്തിൽ നിന്ന് പഠിച്ചു. അതുപോലെ തേൻ സംഭരിച്ചു വെച്ച തേൻ സംഭരിച്ചു വെച്ചു തേനീച്ച. പക്ഷേ ഒരു ദിവസം മധുഹാരി വന്ന് അപഹരിച്ചു കൊണ്ടുപോയി. ഇന്ദ്രിയ ലാലസയായി തീർന്നു പിങ്കള. അവൾ കാത്തുകാന്നിരുന്നിട്ട് ഒരു ജാരൻ പോലും തന്റെ അടുക്കൽ വരാത്ത അവസ്ഥ വന്നു. എത്ര കാര്യം, എത്ര ജീവിതം. പൂർണ്ണനാഭി തന്നിൽ നിന്ന് സൃഷ്ടിച്ച് തന്നിൽ തന്നെ വിലയം പ്രാപിപ്പിക്കുന്നു. അതുപോലെ ഈ ലോകം സൃഷ്ടിച്ച് സംഹരിക്കുന്നത് ഭഗവൻ പ്രപഞ്ച നിയന്താവായ ഈശ്വരനാണെന്നുള്ള തത്വം മനസ്സിലാക്കുന്നു. 24 ഗുരുക്കന്മാരെന്നാൽ ലോകത്തെ സർവ്വ വസ്തുക്കളും ഗുരുക്കന്മാരെന്ന പാഠമാകുന്നു. ഈ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ സർവേശ്വര മഹിമാനം നമ്മൾ അറിഞ്ഞവരാകുന്നു, ഭാഗവതന്മാരാകുന്നു, ഭഗവത് തത്വം ഉൾക്കൊള്ളുന്നവരാകുന്നു. തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നു. അതുതന്നെയാണ് ഗുരുക്കന്മാർ. നിരീക്ഷണമായി നടക്കുന്ന നമുക്ക് ഒന്നും ഗുരുവല്ലാതൊന്നും കാണുകയില്ല. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി.